JRCM എല്ലാവർക്കും നമസ്കാരം. തീർച്ചയായിട്ടും നമ്മൾ എന്താ പറയേണ്ടത്, വളരെ ഭാഗ്യവാന്മാരാണ്. കാരണം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഉൽപ്പന്നങ്ങൾ, അതിന്റെ ഒരു നിർമ്മാണ രീതികളും അതിന്റെ റോ മെറ്റീരിയൽസിന്റെ ഒക്കെ ഒരു പ്യൂരിറ്റിയും കാര്യങ്ങളും, പിന്നെ ഉൽപ്പന്നങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ക്വാളിറ്റിക്ക് ലഭിച്ചിരിക്കുന്ന സർട്ടിഫിക്കറ്റുകളും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ദൈവത്തിന്റെ കയ്യൊപ്പുള്ള ഒരു ബിസിനസ് ആണെന്നും ഇത് ഉപയോഗിക്കാനും ഒരു ഭാഗ്യം വേണം എന്നൊക്കെ പറയുന്നതിന്റെ കാര്യം വെറുതെ പറയുന്നതല്ല. തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ ആയതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയം ആ വീഡിയോ ഒക്കെ ഒന്ന് പ്ലേ ചെയ്ത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഇപ്പൊ നമുക്കൊരു ഏകദേശം ഒരു 600 ചില്ലറ ആളുകൾ ഇപ്പോ പ്രോഗ്രാമിലുണ്ട്. RCM ബിസിനസ്സിൽ വിജയിക്കണമെങ്കിൽ നമുക്കറിയാം ഇതിന്റെ പ്ലാന് നമ്മൾ പഠിക്കണം, അതേപോലെ തന്നെ സിസ്റ്റം പഠിക്കണം, ശരിയായ രീതിയിൽ സിസ്റ്റത്തെ നമ്മൾ മനസ്സിലാക്കണം, അതുപോലെ സിസ്റ്റമായി മാറണം. ആ രീതിയിലൊക്കെ ഒന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് ഇതിൽ വിജയിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ഉൽപ്പന്നങ്ങളെ കുറിച്ചുള്ള അറിവ് എന്ന് പറയുന്നത്. കാരണം ഈ ഉൽപ്പന്നങ്ങളുടെ ഒരു വിതരണത്തിലൂടെയാണ്, അല്ലെങ്കിൽ ഇത് വാങ്ങൽ വിൽക്കൽ ആ ഒരു പരിപാടിയിലൂടെയാണ് ഇതിന്റെ PV ഒക്കെ ജനറേറ്റ് ആകുന്നത്. ഉൽപ്പന്നങ്ങൾ വാങ്ങുകയും വിൽക്കുകയൊക്കെ ചെയ്യുമ്പോൾ ബില്ലടിക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ PV ജനറേറ്റ് ആവുക. ഈ PV-യിലൂടെയാണ് ബാക്കി കാര്യങ്ങൾ മുഴുവൻ നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഉൽപ്പന്നങ്ങളെ കുറിച്ചുള്ള ഒരു അറിവ് നമുക്ക് ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം 16-ലധികം സെഗ്മെന്റിലായിട്ട് ധാരാളം ഉൽപ്പന്നങ്ങളുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം മീറ്റിംഗിൽ ഞാൻ സ്റ്റേജിൽ പറയുമ്പോൾ 6000-7000 ചില്ലറ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുമ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് സൈറ്റ് എടുത്ത് നോക്കുമ്പോൾ വീണ്ടും ആയിരക്കണക്കിന് ഉൽപ്പന്നങ്ങളുടെ വർധനമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ 9000-ലധികം ഉൽപ്പന്നങ്ങൾ ഇപ്പൊ നമുക്ക് സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഉൽപ്പന്നങ്ങളുടെ ശ്രേണിയിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അത് അതിന്റെ സൈസും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ടാണ് കേട്ടോ അത്രയും ഉൽപ്പന്നങ്ങൾ എത്ര എണ്ണം വരുന്നത് അതുകൊണ്ടാണ്. ഏതായാലും സെഗ്മെന്റ് ബേസിൽ നമുക്ക് ചില ബ്രാൻഡും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ധാരാളം സുജിത് സാർ പറഞ്ഞതുപോലെ തന്നെ ട്രെയിനിങ്ങുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ന്യൂട്രിചാർജിനാണെങ്കിലും നമ്മുടെ സുരേഷ് സാർ, MB സുരേഷ് സാർ, സത്യത്തിൽ അദ്ദേഹത്തിന്റെ ഒരു ക്ലാസ്സോട് കൂടി, അല്ലെങ്കിൽ അദ്ദേഹം കേരളത്തിൽ നമുക്ക് തന്നിട്ടുള്ള ആ ഒരു ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് വെള്ളം പോലും ശരിക്കും എത്ര കുടിക്കണമെന്ന് ആളുകൾ മനസ്സിലാക്കിയത് അതിനുശേഷം. അതേപോലെ തന്നെ നമുക്ക് കീസോൾ സെഗ്മെന്റിലാണെങ്കിൽ നമുക്ക് നേഹ മാഡത്തിന്റെ അടിപൊളി പ്രസന്റേഷനാണ്. ഓരോ ഉൽപ്പന്നങ്ങളെ കുറിച്ചും വളരെ ഡീറ്റെയിൽ ആയിട്ട്, അതുപോലെ ശ്രീലത മാഡം. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ അതിനു വേണ്ടിയിട്ട് നമുക്ക് ട്രെയിനിങ് തരുന്നു. അതേപോലെ തന്നെ മറ്റ് ബ്രാൻഡാണെങ്കിൽ ഇപ്പൊ തുളസി പെയിന്റ് സുജാ മാഡം. നമുക്ക് ആ ഒരു മേഖലയിലേക്ക് പൊതുവെ സ്ത്രീകൾ കടന്നു വരവ് വളരെ കുറവാണ്. എന്നിട്ടും നമുക്ക് ലഭിച്ചിരിക്കുന്ന ട്രെയിനർ ഒരു ലേഡിയാണ്. അപ്പൊ സുജാ മാഡം അതിനെക്കുറിച്ച് തുടക്കകാലത്ത് തന്നെ ഈ RCM പെയിന്റ് വന്ന സമയം തന്നെ അവരതിൽ വളരെ സജീവമായിട്ട് വരികയും അതിന്റെ ഷോപ്പ് തുടങ്ങുകയും അതിന്റെ എല്ലാ കാര്യങ്ങളെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി വളരെ സജീവമായിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നു ഒരു ട്രെയിനറായിട്ട് നമുക്ക് സുജാ മാഡം ഉണ്ട്. അതേപോലെ തന്നെ ഗുഡ്ഡോട്ടിന്റെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് ട്രാൻസ്ലേഷൻ മറ്റു കാര്യങ്ങൾ എല്ലാത്തിനും വേണ്ടിയിട്ട് നമുക്ക് രഘു സാർ, അങ്ങനെ ഓരോ സെഗ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ അതിലൊക്കെ നമുക്ക് സുജിത് സാർ പറഞ്ഞതുപോലെ നമുക്ക് ട്രെയിനേഴ്സും ഒക്കെ ഉണ്ട്, കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് ആളുകളുണ്ട്. എന്നാൽ ചില ഉൽപ്പന്നങ്ങളെ കുറിച്ച് നമുക്ക് അറിയാനായിട്ട് ഇപ്പൊ നമുക്ക് പിന്നെ RCMന്റെ ചാനൽ, ഇപ്പൊ കേരള RCM ചാനലൊക്കെ വന്നതിന് ശേഷം നമുക്ക് ഓരോ ഉൽപ്പന്നങ്ങളെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ടൊക്കെ നമുക്ക് വരാൻ തുടങ്ങി. ഇപ്പം പേസ്റ്റിനെ കുറിച്ച് അറിയണമെങ്കിൽ, അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഹെയർ ഓയിലിനെ കുറിച്ച് അറിയണമെങ്കിൽ, അങ്ങനെ ഓരോ ഉൽപ്പന്നത്തിനെ കുറിച്ച് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ ഇൻഗ്രീഡിയന്റ് എന്താണ്, അതിന്റെ ഉപയോഗ രീതികൾ എന്താണ്, ഓരോ ഇൻഗ്രീഡിയന്റിന്റെയും പ്രത്യേകത എന്താണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്കതിൽ ലഭിക്കാൻ വേണ്ടി തുടങ്ങി. ഏതായാലും RCM എന്ന് പറയുന്നത് വലിയൊരു യൂണിവേഴ്സിറ്റിയാണ്, അത് യാതൊരു സംശയമില്ല. എല്ലാം കൊണ്ടും എല്ലാം തികഞ്ഞ ഒരു പ്ലാറ്റ്ഫോമാണ് RCM എന്ന് പറയുന്നത്. ഒരു മനുഷ്യന് ഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും തയ്യാറാക്കി വെച്ചുകൊണ്ട് അതിന്റെ ശരിയായ രീതിയിൽ അതിനെ ഒന്ന് പഠിച്ച് മനസ്സിലാക്കി ആളുകളിലേക്ക് എത്തിക്കുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള ഭദ്രതയും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിച്ചുകൊണ്ട് കുറേ ആളുകളെ ആരോഗ്യപരമായും സാമ്പത്തികപരമായും രക്ഷപ്പെടുത്തിക്കൊണ്ടൊക്കെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്ന, എല്ലാ സ്വപ്നങ്ങളും പൂർണ്ണീകരിക്കാൻ പറ്റുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോമാണ് RCM. അപ്പൊ അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും തയ്യാറാക്കപ്പെട്ടിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഉൽപ്പന്നങ്ങളെ കുറിച്ച് അറിവ് കിട്ടാൻ ധാരാളം മാർഗ്ഗങ്ങളുണ്ട്. ഇപ്പോൾ Zoom മീറ്റിങ്ങുകളുണ്ട്, ഫിസിക്കൽ മീറ്റിങ്ങുകളുണ്ട്, യൂട്യൂബിൽ ധാരാളം പ്രോഗ്രാമുകൾ, പ്രൊഡക്റ്റ് ബേസിൽ ധാരാളം ചെയ്തു വെച്ചിരിക്കുന്ന ഒരുപാട് പ്രോഗ്രാമുകൾ അങ്ങനെയുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ സമയോചിതമായിട്ട് ഓരോ സമയോചിതമായിട്ട് കാര്യങ്ങൾ എടുക്കുകയും മനസ്സിലാക്കി പഠിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഉൽപ്പന്നങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റും, പ്ലാന് നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റും, അതുപോലെ സിസ്റ്റം നമ്മൾ പഠിച്ചിരിക്കണം. ഇത്തരം കാര്യങ്ങളെല്ലാം കൂടെ ചേർന്ന് പോകുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ നമുക്ക് RCM നമുക്ക് വിജയിക്കാൻ വേണ്ടി സാധിക്കുക. അപ്പോ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ സുജിത് സാറ് പറഞ്ഞതുപോലെ അവിടെ ചെയ്തിട്ടുള്ള ഒരു പ്രസന്റേഷൻ അത് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് മുമ്പോട്ട് പോകാം. ഓക്കെ, താങ്ക് യു. വെൽക്കം ടു ദ വേൾഡ് ഓഫ് RCM. RCMന്റെ ഈ ഒരു അത്ഭുത ലോകത്തേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെഗ്മെന്റ് വൈസിൽ ധാരാളം സെഗ്മെന്റ് ഉണ്ട്. ഇപ്പൊ അഗ്രികൾച്ചർ, ഹെൽത്ത് കെയർ, പേഴ്സണൽ കെയർ, ഫുഡ് ആൻഡ് ഗ്രോസറി, ഫുഡ്വെയർ, ബാഗ്സ് ആൻഡ് ആക്സസറീസ്, ബെഡ്ഷീറ്റ് ആൻഡ് ടവൽസ്, മെൻസ് ഫാഷൻസ്, വുമൻസ് ഫാഷൻസ്, കിഡ്സ് ഫാഷൻസ്, അതുപോലെ
ഹൗസ് ഹോൾഡ് ആണെങ്കിലും ഹോം ആൻഡ് കിച്ചൺ, സ്റ്റേഷനറി, പെയിന്റ് ആൻഡ് കൺസ്ട്രക്ഷൻസ്, അതുപോലെ ടൂൾസ്, ഇത്രയധികം സെഗ്മെന്റിൽ നമുക്ക് ഉൽപ്പന്നങ്ങളുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും പ്രോഗ്രാം നമ്മൾ തുടങ്ങുമ്പോൾ ഈ ഇവിടെ നിന്ന് തുടങ്ങാനാണ് എനിക്കിഷ്ടം. അതായത് ഹരിത സഞ്ജീവിനി എന്ന് പറയുന്ന സെഗ്മെന്റ്. കാരണം ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എപ്പോഴും സംസാരിക്കുമ്പോൾ മനുഷ്യന്റെ ആരോഗ്യം എപ്പോഴും ബന്ധപ്പെട്ട് നിൽക്കുന്നത് മണ്ണിന്റെ ആരോഗ്യമായിട്ടാണ്. മണ്ണിന്റെ ആരോഗ്യം നശിച്ചപ്പോഴാണ് മനുഷ്യന്റെ ആരോഗ്യം നശിക്കാൻ തുടങ്ങിയത്. അപ്പോൾ മണ്ണിന്റെ ആരോഗ്യത്തെ വീണ്ടെടുക്കാൻ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ദൈവാനുഗ്രഹം പോലെ കിട്ടിയിരിക്കുന്ന ഉൽപ്പന്നമാണ് ഹരിത സഞ്ജീവിനി എന്ന് പറയുന്ന ഈ ഒരു ശ്രേണിയിലെ കുറച്ച് ഉൽപ്പന്നങ്ങൾ. അതിൽ 4 തരത്തിലുള്ള ട്രീറ്റ്മെന്റ്, സോയിൽ ട്രീറ്റ്മെന്റും അതുപോലെ തന്നെ ലീഫ് ട്രീറ്റ്മെന്റും അതുപോലെ ഫ്ലവർ ട്രീറ്റ്മെന്റ് ആൻഡ് ഫ്രൂട്ട് ട്രീറ്റ്മെന്റ്, 4 തരത്തിലുള്ള ട്രീറ്റ്മെന്റ് ഹരിതസഞ്ജീവിനി ആയിട്ടുള്ള ആ ഒരു പ്രൊഡക്റ്റിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ ഹരിതസഞ്ജീവിനിയുടെ സോയിൽ ഹെൽത്ത് സ്പെഷ്യൽ, ഫുഡ് സ്പെഷ്യൽ, റാപ്പിഡ്, അതുപോലെ സ്പ്രേമാക്സ്, മെലാപ്പ്, ഡിഫൻഡ്, ഗാർഡൻ ഗോൾഡ്, ഇത്തരത്തിലുള്ള നിരവധിയായ ഉൽപ്പന്നങ്ങൾ. ഗാർഡൻ ഗോൾഡ് ആ ഒരു പ്രൊഡക്റ്റ് ഇതിൽ ഞാൻ വെച്ചിട്ടില്ല. ഏതായാലും ഇത്രയധികം ഉൽപ്പന്നങ്ങൾ നമുക്ക് ഹരിത സഞ്ജീവനിയിൽ ഉണ്ട്. അപ്പൊ ഈ ഉൽപ്പന്നങ്ങൾ ശരിയായ രീതിയിൽ നമുക്ക് ഉപയോഗിച്ച് നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ ഉപയോഗിച്ച് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളും ഒക്കെ നമ്മൾ സ്വന്തമായിട്ട് വിഷമില്ലാത്ത രീതിയിലേക്ക് കൃഷി ചെയ്തുണ്ടാക്കുമ്പോഴാണ് ശരിയായ രീതിയിലേക്ക് നമുക്ക് ആരോഗ്യത്തിലേക്ക് വരാൻ വേണ്ടി സാധിക്കും. അപ്പോൾ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളൊന്നും ആർച്ചെമ്പിൽ നമുക്ക് വാങ്ങാൻ കിട്ടില്ല. പക്ഷേ ഇത് വിഷമില്ലാത്ത രീതിയിൽ നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് ഉൽപ്പാദിപ്പിക്കാനായിട്ട് പറ്റുന്ന രീതിയിൽ ഏറ്റവും സഹായകരമായിട്ടുള്ള ഒരു സെഗ്മെന്റ് ആണ് ഹരിത സഞ്ജീവിനി എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ്. അപ്പൊ ഇതില് എന്താ പറയാ, എന്തുകൊണ്ട് നമ്മൾ ഇത് ഉപയോഗിക്കണം, അല്ലെങ്കിൽ ഹരിത സഞ്ജീവിനി എന്ന് പറയുന്ന ഈ ഒരു സെഗ്മെന്റിലെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക, ഇതാണ് നമ്മൾ അറിയേണ്ടത്. അപ്പോൾ പല ഉൽപ്പന്നങ്ങളും ഉപയോഗിച്ചാൽ കിട്ടുന്ന ബെനിഫിറ്റിനെ കുറിച്ച് നമുക്കറിയാം. സത്യത്തില് ഇത്തരത്തിലുള്ള ഒരു ഉൽപ്പന്നം നമ്മൾ നമ്മുടെ മണ്ണിൽ അപ്ലൈ ചെയ്തില്ലെങ്കിൽ എന്താണ് മണ്ണിന് സംഭവിക്കുക എന്നുള്ളതിനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം ഉപയോഗിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? മണ്ണ് നശിച്ചുകൊണ്ടാണ്. മണ്ണിൽ ശരിക്കും പറഞ്ഞാൽ ഓർഗാനിക് കാർബന്റെ അളവ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു 5% ഓർഗാനിക് കാർബന്റെ അളവ് ഉണ്ടായിരിക്കും. പക്ഷേ നമ്മുടെ തെറ്റായ അല്ലെങ്കിൽ അശാസ്ത്രീയമായ കൃഷി രീതിയിലൂടെയും അല്ലെങ്കിൽ നമ്മുടെ അമിതമായ രാസവള പ്രയോഗത്തിലൂടെ, കീടനാശിനി ഉപയോഗത്തിലൂടെ ഒക്കെ നമ്മുടെ മണ്ണിന്റെ ആ ഓർഗാനിക് കാർബന്റെ പെർസെന്റേജ് വളരെ കുറഞ്ഞു പോയിരിക്കുകയാണ്. 5% വേണമെന്ന് പറയുന്നിടത്ത് 0.something അത് കുറഞ്ഞു. ഇതിന്റെ കാരണം അശാസ്ത്രീയമായിട്ടുള്ള ഇത്തരത്തിലുള്ള ഉപയോഗം തന്നെയാണ്. അപ്പൊ അതിന് പകരമായിട്ട് ഓർഗാനിക് കാർബന്റെ അളവ് നമുക്ക് മണ്ണിൽ കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉൽപ്പന്നമാണ് ഹരിത സഞ്ജീവിനി എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. ഒരിക്കലും അതൊരു വളമോ കീടനാശിനിയോ ഒന്നുമല്ല, ട്രീറ്റ്മെന്റ് ആണ്. മനുഷ്യന് രോഗം വന്നു കഴിഞ്ഞാൽ, അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറെ കാണിക്കും, ഹോസ്പിറ്റലിൽ പോകും, ഡോക്ടറെ കാണിക്കും, മരുന്ന് മേടിച്ച് കഴിക്കും. അതാണ് നമ്മൾ ശീലം. എന്ന് പറഞ്ഞതുപോലെ തന്നെ മണ്ണിനെ ട്രീറ്റ് ചെയ്യേണ്ട സമയം പണ്ടേ അതിക്രമിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു മണ്ണിനെ ശരിയായ രീതിയിലേക്ക് ആക്കിയെടുക്കാൻ, അല്ലെങ്കിൽ ഓർഗാനിക് കാർബന്റെ അളവ് ശരിയായ അളവിൽ മണ്ണിൽ നിലനിർത്തിക്കൊണ്ട് വിളകൾക്ക് നല്ല രീതിയിലുള്ള വിളവുണ്ടാവാനും, അതുപോലെ തന്നെ ഇന്ന് കർഷകൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഉൽപാദന ചെലവ് കൂടുന്നു, ഉൽപാദനം കുറയുന്നു. അതുകൊണ്ട് തന്നെയാണ് കൃഷി പല സ്ഥലങ്ങളിൽ നിന്ന് പോകുന്നതും, അല്ലെങ്കിൽ കർഷകർ ആത്മഹത്യയുടെ വക്കിലേക്ക് പോകുന്നതും, ആത്മഹത്യ ചെയ്യുന്നതിന്റെ ഒക്കെ പ്രധാനപ്പെട്ട കാരണം അതാണ്. അപ്പൊ അതിന് വലിയൊരു പരിഹാരമാണ് ഈ പറയുന്ന ഹരിത സഞ്ജീവിനി. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉപയോഗിക്കാൻ തുടങ്ങിയില്ല എങ്കിൽ, ഉപയോഗിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മണ്ണിന്റെ അവസ്ഥ വീണ്ടും വളരെ മോശമായ അവസ്ഥയിലേക്ക് പോകും. ജനസംഖ്യ വർദ്ധിക്കുന്നു, അതനുസരിച്ച് ഭൂമി വർദ്ധിക്കുന്നില്ല, നമുക്ക് ഭക്ഷ്യക്ഷാമം വലിയ രീതിയിലേക്ക് നേരിടും. അങ്ങനെ വരുന്ന സമയത്ത് അപ്പോൾ അതിന് വലിയൊരു സൊല്യൂഷനായിട്ട് നമുക്ക് ഇതിന്റെ ഓരോ ഉൽപ്പന്നങ്ങൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഹരിത സഞ്ജീവിനി ട്രെയിനിങ് നമുക്ക് കിട്ടുന്നതാണ്. പക്ഷെ എന്നാലും ജസ്റ്റ് ഇതൊന്നും പറയാതെ പോകാൻ വേണ്ടി പറ്റില്ല എന്നുള്ളത്, സാധിക്കില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇതൊന്നും എടുത്ത് പറഞ്ഞത്. അപ്പൊ ഇതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് ഗാർഡൻ ഗോൾഡ് എന്ന് പറയുന്നത്. അതൊരു 500 ഗ്രാമിൽ വരുന്ന ഒരു പാക്കറ്റാണ്. അതിൽ നമുക്കൊരു 50 ഗ്രാം മുതൽ 100 ഗ്രാം വരെ ചെടിയുടെ വലിപ്പം അനുസരിച്ചിട്ട് നമുക്ക് ചുവട്ടിൽ മണ്ണൊക്കെ ഇളക്കിയിട്ട് ഒരല്പം ഗാർഡൻ ഗോൾഡ് അപ്ലൈ ചെയ്ത് നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിലേക്ക്, ഇപ്പം ചില ചെടികളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ കാര്യമായിട്ട് കായ്ഫലങ്ങളൊന്നും ഉണ്ടാവില്ല. ഉദാഹരണത്തിന് ഇപ്പൊ നമുക്ക് കോവക്ക, അതുപോലെ തന്നെ ഫാഷൻ ഫ്രൂട്ട്, അങ്ങനെ എന്തായാലും പച്ചക്കറികൾ ഏത് പലതരത്തിലാണെങ്കിലും ഉൽപാദനം കുറഞ്ഞു വരുന്നു, വിളവ് കുറഞ്ഞു വരുന്ന സമയത്ത് ഗാർഡൻ ഗോൾഡ് അപ്ലൈ ചെയ്യുമ്പോൾ വലിയ തോതിൽ നമ്മൾ വീണ്ടും വീണ്ടും പറിക്കാൻ പറ്റുന്ന രീതിയിൽ, പറിച്ചാലും തീരാത്ത രീതിയിലേക്ക് ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ വിളവ് ഉണ്ടാവുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുന്നു എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോഴുള്ള റിസൾട്ട്. അതേപോലെ തന്നെ കീടപ്രതിരോധിനിയായിട്ടുള്ള റാപ്പിഡ് ഒരിക്കലും കീടനാശിനിയല്ല, കീടപ്രതിരോധിനിയാണ്. കാരണം ഈ ഉൽപ്പന്നം ഒന്നും തന്നെ, ആർഷെങ്കിന്റെ ഒരു ഉൽപ്പന്നം തന്നെ മനുഷ്യ ശരീരത്തിനോ അല്ലെങ്കിൽ മറ്റു ജീവികൾക്കോ ഹാനികരമായിട്ടുള്ള ഒരു തരത്തിലും യാതൊരു തരത്തിലും ഹാനികരം ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ റാപ്പിഡ് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ പച്ചക്കറികളൊക്കെ നട്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും തരത്തിലുള്ള കീടങ്ങൾ അറ്റാക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ മരുന്നിനെ കുറിച്ച്, കീടനാശിനിയെ കുറിച്ച് അറിയിക്കുക. പക്ഷേ ഇതിൽ നമ്മുടെ ഇതിന്റെ ഉപയോഗ രീതിയിൽ വരുത്തേണ്ട മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ചെടിയെ നട്ടു കഴിഞ്ഞാൽ അതിൽ ചെടിയിൽ ഇലകളൊക്കെ വന്നു കഴിയുമ്പോൾ തന്നെ ഉടനെ നമ്മളിത് ഉപയോഗിച്ചിരിക്കണം. എന്തെങ്കിലും കീടങ്ങൾ, ഏതെങ്കിലും തരത്തിലുള്ള കീടങ്ങൾ ഇതിനെ അറ്റാക്ക് ചെയ്തതിന് ശേഷമല്ല ഉപയോഗിക്കേണ്ടത്, അറ്റാക്ക് ചെയ്യുന്നതിന് മുമ്പേ ഉപയോഗിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇലകളുടെ മേലെ അടിഭാഗത്തൊക്കെ നല്ല രീതിയിൽ അത് പറ്റുന്ന രീതിയിലേക്ക് നല്ലോണം കുളിപ്പിച്ചടിക്കാന്ന് പറയാം, നല്ലപോലെ സ്പ്രേ ചെയ്ത രീതിയിൽ ചെയ്താൽ മാത്രമേ റിസൾട്ട് ഉണ്ടാവുള്ളൂ.
അതേപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ ഉൽപ്പന്നം ചെടിക്ക് ശരിയായ രീതിയിലേക്ക് അതിന്റെ ഇലകളിലേക്കൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് അതിൽ നമ്മുടെ സ്പ്രേ മാക്സ് മിക്സ് ചെയ്യാവുന്നതാണ്. പലതിലും പലതരത്തിലുള്ള തരത്തിലുള്ള കെമിക്കലോ മറ്റുള്ള സാധനങ്ങളൊക്കെ സ്പ്രേ ചെയ്യുന്ന സമയത്ത് പശ ചേർത്തടിക്കാറുണ്ട് അതിൽ പറ്റി പിടിക്കാൻ വേണ്ടിയിരുന്നു. പക്ഷെ അതിന് പോലും ശരിയായ റിസൾട്ട് കിട്ടുന്നില്ല. പക്ഷെ സ്പ്രേ മാക്സ് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മളെ മിനുസമുള്ള പ്രതലം, ഇലകളുടെ മിനുസമുള്ള പ്രതലം, അതിന്റെ ആ ഒരു മിനുസമുള്ള ഭാഗം ജസ്റ്റ് ഓപ്പൺ ആയിട്ട് അതിനെ കംപ്ലീറ്റ് റിസീവ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ പെനട്രേറ്റ് തുടച്ചു കയറുന്ന രീതിയിലേക്കുള്ള ഒരു റിസൾട്ട് കിട്ടുന്നതുകൊണ്ട് നമുക്ക് യാതൊരു തരത്തിലുള്ള നഷ്ടമില്ലാതെ സെക്കൻഡ് വെച്ചിട്ടുള്ള പ്രവർത്തനം ആയതുകൊണ്ട് ഒട്ടും നമുക്ക് അത് സ്പ്രേയിൽ നഷ്ടമില്ലാത്ത രീതിയിലേക്ക് അത് പൂർണ്ണമായിട്ട് ചെടിക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ റിസൾട്ട് കൂടും. പിന്നെ മിലാപ്പാണ്. മിലാപ്പ് എന്ന് പറയുന്നത് വെള്ളത്തിന്റെ ഡെൻസിറ്റി ഒന്ന് ക്ലിയർ ചെയ്യാനും അതുപോലെ തന്നെ pH ബാലൻസ് ചെയ്യാനൊക്കെ സഹായിക്കുന്ന ഒരു ഉൽപ്പന്നമാണ്. പലരും നമ്മൾ ഈ ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ആർസിമെന്റ് ഇപ്പോൾ സ്പ്രേ മാക്സ് നമ്മൾ ഹരിസിൻ ജീവനിന്റെ സോയിൽ ഹെൽത്ത് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫുഡ് സ്പെഷ്യൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ റാപ്പിഡ് ആയിക്കോട്ടെ, ഇതൊക്കെ സ്പ്രേ ചെയ്യാൻ വെള്ളം എടുക്കുന്ന സമയത്ത് ആ വെള്ളത്തിന്റെ ക്വാളിറ്റിയെ പറ്റി ആരും ചിന്തിക്കാറില്ല. വെള്ളത്തിന്റെ ക്വാളിറ്റി അതിൽ ആ ശരിയായ എന്തെങ്കിലും ഒരു വെള്ളം എന്ന രീതിക്കല്ലാതെ അതിന്റെ ശുദ്ധതയെ പറ്റി ആലോചിക്കാറില്ല. പക്ഷെ ആ വെള്ളത്തിന്റെ pH കറക്റ്റ് ആകുകയും അതുപോലെ തന്നെ ഡെൻസിറ്റി കറക്റ്റ് ആകുകയും ചെയ്താലാണ് ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ അതിൽ മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്യുമ്പോൾ റിസൾട്ട് കൂടുതലുണ്ടാകും. അപ്പൊ അത്തരത്തിൽ pH ക്രമീകരിക്കാനും ഡെൻസിറ്റി വർദ്ധിപ്പിക്കാനും ക്ലിയർ ചെയ്യാനും കൂടെ വേണ്ടിയിട്ടുള്ളത് മിലാപ്പ്. ഡിഫൻഡ് എന്ന് പറയുന്ന ഒരു കുമിൾനാശിനിയാണ്. അതുപോലെ ഗാർഡൻ ഗോൾഡ് കിറ്റ് ആണെങ്കിലും അത് നമ്മളെ പൂച്ചെടികളും അതുപോലെ പച്ചക്കറികളൊക്കെ നടുന്ന സമയത്ത് പലതരത്തിലുള്ള കീടങ്ങളുടെ അറ്റാക്ക് നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. നേരത്തെ കൂട്ടി അത് സ്പ്രേ ചെയ്ത് കഴിക്കാം. അപ്പോൾ ഹരിതസഞ്ജീവിനി നമ്മുടെ ഒരു ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് ശരിക്കും നമ്മൾ പറഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും വരുന്ന പച്ചക്കറികളൊക്കെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ധാരാളം വിഷങ്ങൾ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിയോഗിച്ച കീടനാശിനികൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന പച്ചക്കറികളാണ്. അപ്പൊ അതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഇതിന്റെ ഉപയോഗ രീതികളും ശരിയായ രീതിയിൽ നമ്മൾ ഉപയോഗിച്ച് നമ്മൾ മറ്റുള്ളവർക്കും കൂടെ അത് പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ. പിന്നെ നമുക്ക് അറിയാം വ്യക്തിശുചിത്വമായിട്ട് ബന്ധപ്പെട്ട് ആരോഗ്യം എന്ന് പറയുന്നത് അവനവനിൽ നിന്ന് തുടങ്ങേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് വ്യക്തിയിൽ നിന്ന് തന്നെ തുടങ്ങണം. അതിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ധാരാളം ഉൽപ്പന്നങ്ങൾ കീസോൾ ഉണ്ട്. കീസോളിന്റെ ഉൽപ്പന്നങ്ങളെ കുറിച്ചൊന്നും ഞാൻ പറയില്ല, കാരണം നല്ല അടിപൊളിയായിട്ടുള്ള ക്ലാസ്സുകൾ നമുക്ക് നെഹ മാഡത്തിന്റെ ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ആ ഉൽപ്പന്നത്തിന്റെ ക്വാളിറ്റിയെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, ഉപയോഗിക്കേണ്ട ആവശ്യകതയാണ് പറയുന്നത്. എന്തിന് നമ്മൾ ഇതൊക്കെ ഉപയോഗിക്കണം? മാർക്കറ്റിൽ നിരവധിയായ ഉൽപ്പന്നങ്ങൾ വില കൂടിയതും കുറഞ്ഞതുമായിട്ടുണ്ട്. പക്ഷെ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ഉൽപ്പന്നങ്ങൾ നമുക്ക് മാത്രം അവകാശപ്പെടാൻ പറ്റുന്ന ഉൽപ്പന്നങ്ങളാണ്. അതായത് ഈ സാനിറ്ററി പാഡുകളാണെങ്കിലും അതുപോലെ ഇന്റിമേറ്റ് വാഷ് ആണെങ്കിലും അത് സ്ത്രീകളുടേതായാലും പുരുഷന്മാരുടെ ആയിക്കഴിഞ്ഞാൽ അതുപോലെ കോസ്മെറ്റിക് ഐറ്റംസ്. നമ്മളിപ്പോൾ സമീപകാലത്ത് നമ്മൾ കണ്ടു തുടങ്ങിയ ഒരുപാട് വാർത്തകൾ, ഇപ്പം മെർക്കുറിയുടെ അംശം വളരെ വലിയ തോതിൽ എത്രയോ 1000 മടങ്ങ് ഇരട്ടി, ചേർക്കാവുന്നതിലൊക്കെ എത്രയോ ഇരട്ടി അളവിൽ മെർക്കുറിയൊക്കെ ചേർന്നിട്ടുള്ള ലിപ്സ്റ്റിക്കുകളും മറ്റ് കോസ്മെറ്റിക് ഐറ്റംസും വരുന്നു. അത് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകാവുന്ന തൊലിപ്പുറത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ മാത്രമല്ല, കിഡ്നി ആണെങ്കിലും മറ്റവയവങ്ങൾ നശിച്ചു പോകുന്ന രീതിയിലേക്ക് ഉള്ള മാരകമായിട്ട് കെമിക്കൽ ചേർന്ന് കോസ്മെറ്റിക്സ് വരുന്നു എന്നുള്ള വാർത്തകളാണ് ദൈനംദിനം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ നേടാൻ വേണ്ടി പറ്റുന്ന ഏറ്റവും നല്ല ഉൽപ്പന്നങ്ങൾ, അതായത് ഡെർമറ്റോളജി ടെസ്റ്റ് കഴിഞ്ഞ ഉൽപ്പന്നങ്ങൾ നമുക്ക് ഉപയോഗിക്കാനുള്ള ഒരു അവസരം ഇവിടെയുണ്ട്. അപ്പൊ നമ്മളിത് ഉപയോഗിച്ചിട്ട് ഇതിന്റെ ഗുണം മനസ്സിലാക്കി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഞാൻ എപ്പോഴും ക്ലാസ് തുടങ്ങുന്ന സമയത്ത് നമ്മൾ എടുത്തു പറയുന്ന ഒരു പ്രൊഡക്റ്റാണ്. സാധാരണ ഒരു ദിവസം തുടങ്ങുമ്പോൾ നമ്മൾ പല്ല് തേച്ച് തുടങ്ങുമെന്ന് പറയാം. പക്ഷെ കുറച്ചും കൂടെ അഡ്വാൻസ് ആയിട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് ഉദർ സഫ ഉപയോഗിച്ചുകൊണ്ട് തന്നെ തുടങ്ങുക എന്നുള്ളതാണ്. രാവിലെ അല്ല കേട്ടോ, ഇത് ഉപയോഗിക്കുന്ന സമയം രാത്രിയാണ്. എന്തായാലും ഈ ഒരു ഉൽപ്പന്നം തന്നെ ഇതിൽ തന്നെയാണ് ഞാൻ എപ്പോഴും തുടങ്ങുക. കാരണം നമ്മളറിയാം, നമുക്കൊരു ഭക്ഷണം നമ്മൾ വിളമ്പി കഴിക്കുക എന്ന് പറയുന്നത് പാത്രത്തിന്റെ ആദ്യം നമ്മൾ പാത്രം കഴുകിയിട്ടാണ് ഭക്ഷണം അതിലേക്ക് വിളമ്പുക എന്ന് പറഞ്ഞതുപോലെ ആർസിമിന്റെ ഉൽപ്പന്നങ്ങളെല്ലാം നല്ലതാണ്, ആരോഗ്യദായകമാണ്. എല്ലാ ഉൽപ്പന്നങ്ങളും ഇത്തരത്തിലുള്ളതാണ്. അതിന്റെ ശരിയായ ഗുണം കിട്ടണമെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഒക്കെ ശരിയായ ആ ഒരു ഗുണം കിട്ടണമെങ്കിൽ നമ്മുടെ ദഹന പ്രക്രിയയ്ക്ക് ഒന്ന് ക്ലിയർ ആവണം, അല്ലെങ്കിൽ നമ്മുടെ ഗട്ടിന് ആരോഗ്യം ഉണ്ടാവണം, നമ്മുടെ അന്നനാളം മുതൽ നമ്മുടെ മലദ്വാരം വരെയുള്ള ഭാഗങ്ങളൊക്കെ ക്ലീൻ ആയിരിക്കണം എന്നൊക്കെ നമുക്കറിയാം. ആ രീതിയിലേക്ക് ഏറ്റവും നല്ല രീതിയിലേക്ക് നമുക്കതിനെ ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റാണ് ഉദർ സഫ എന്ന് പറയുന്ന ഈ ഒരു പ്രൊഡക്റ്റ്. അപ്പോ ഇതിൽ ധാരാളം ആയുർവേദ, ഇപ്പൊ നമുക്കറിയാം അതിന്റെ ചുറ്റിലും ഒരുപാട് ചിത്രങ്ങൾ കൊടുത്തിരിക്കുന്നു ഓരോന്നിന്റെയും. അപ്പൊ അത് നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. നിരവധിയായിട്ടുള്ള ചുക്കുണ്ട്, ജീരകമുണ്ട്, പെരിഞ്ജീരകം, മയമോദകം, കടുക്ക, ഇരട്ടി മധുരം, അതുപോലെ തന്നെ കണിക്കൊന്നയുടെ വിത്ത്, കാരിപ്പ്, ഇന്ദുപ്പ്, വിഴാലരി, മധുരക്കിഴങ്ങ് എന്ന് പറയുന്ന നിരവധിയായ ഹെർബലായിട്ടുള്ള കണ്ടന്റുകളാണ് അതിൽ ചേർത്തിരിക്കുന്നത്. അപ്പോ ഇതിന്റെ ഉപയോഗം നമുക്കറിയാം. പൊതുവെ ശോധനക്കുറവുള്ളവർക്കാണ് നമ്മൾ സാധാരണ സജസ്റ്റ് ചെയ്യാറ്. ശോധനയായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അവർക്ക് ഇത് കൊടുക്കുമ്പോൾ വളരെയധികം ആശ്വാസം കിട്ടുന്നു. സാധാരണഗതിയിൽ ആളുകൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഇംഗ്ലീഷ് അല്ലെങ്കിൽ നമ്മൾ പറയാറുണ്ട് അലോപ്പതി മരുന്ന്, ചെറിയ ഒരു ഗുളിക കിട്ടും. അത് ഉപയോഗിച്ചിട്ടാണ് ആളുകൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അതിനൊരു പരിഹാരം കണ്ടെത്തുന്നത്. പക്ഷേ അതിന്റെ സൈഡ് എഫക്റ്റ് വളരെ വലുതാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതിലൂടെ പിന്നീട് വരാൻ വേണ്ടി പോകുന്നത് നമ്മുടെ മലാശയ ക്യാൻസർ പോലും വരുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അപ്പം ശോധന അല്ലാതെ തന്നെ നടക്കേണ്ടതാണ്. ഒരു ഗുളിക കഴിച്ചിട്ടല്ല കാര്യം സാധിക്കേണ്ടത്, അല്ലാതെ തന്നെ നടക്കേണ്ടതാണ്. പക്ഷെ
അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ അത്തരത്തിലുള്ള ഗുളികകളെ ആശ്രയിക്കുന്ന സമയത്ത് അത് സ്ഥിരമായിട്ട് ഉപയോഗിക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ തീർച്ചയായിട്ടും ഉണ്ടാകാവുന്ന മാരകമായിട്ടുള്ള വലിയൊരു അസുഖങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് അതിനെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. നമുക്കറിയാം അത്തരത്തിലുള്ള ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കഴിയുമ്പോൾ ചോദന ഉണ്ടാവുന്നു, പക്ഷെ അതിന്റെ തൊട്ടടുത്ത ദിവസം മലബന്ധം ഉണ്ടാവുന്നു എന്നുള്ളതാണ് അതിന്റെ സൈഡ് എഫക്ട്. പക്ഷേ ഉദർസഫ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഉറപ്പ് ഗ്യാരണ്ടി പറയാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യം, ഉപയോഗിക്കുന്ന ദിവസം ഇപ്പൊ ഇന്ന് രാത്രി ഉപയോഗിച്ച് നാളെ രാവിലെ സുഖശോധനയുണ്ടായി, അതിന്റെ തൊട്ടടുത്ത ദിവസം യാതൊരു തരത്തിലുള്ള മലബന്ധമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതൊന്നും ഇല്ലാത്തവർക്ക് ഇപ്പൊ മലബന്ധം തന്നെ എന്നുള്ളതല്ല, മലബന്ധം ഇല്ലാത്തവർക്കും ഇത് ഉപയോഗിക്കാം, ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഒന്ന് ക്ലീൻ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. ഗ്യാസ് സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. അതുപോലെ തന്നെ ഈ പനി ഉള്ള സമയത്ത് ഉപയോഗിക്കുമ്പോൾ അതിനാശ്വാസം കിട്ടും, മഞ്ഞപ്പിത്തം പോലുള്ള അസുഖങ്ങൾ വരുന്ന സമയത്ത് ഉപയോഗിക്കുമ്പോഴൊക്കെ ഇതിന് ആശ്വാസം കിട്ടുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു പ്രൊഡക്റ്റ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളാണെങ്കിലും ഫുഡ് സപ്ലിമെന്റ് ആണെങ്കിലും ഇമ്മ്യൂണിറ്റി ബൂസ്റ്റേഴ്സ് പോലെയുള്ള ഉൽപ്പന്നങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇത്തരത്തിലൊരു ഉൽപ്പന്നം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും അത് വലിയ രീതിയിലേക്കുള്ള ഗുണങ്ങൾ നമുക്ക് ഉണ്ടാകുന്നതാണ്. ശരിക്കും അതിന്റെ ഒരു ഗുണം, ശരിയായ റിസൾട്ട് നമുക്ക് ആ പ്രൊഡക്റ്റിന്റെ റിസൾട്ട് നമുക്ക് കിട്ടും എന്നുള്ളതാണ് ഈ ഒരു പ്രൊഡക്റ്റിന്റെ പ്രത്യേകത. അപ്പോൾ പിന്നെയുള്ളൊരു പ്രൊഡക്റ്റാണ് നമുക്ക് റൈസ് ബ്രാൻ ഓയിൽ, നമ്മുടെ ഹെൽത്ത് ഗാർഡ് ഓയിൽ. റൈസ് ബ്രാൻ ഓയിൽ എന്ന് അതിന് പറയാൻ വേണ്ടി പാടില്ല, ശരിക്കും ഹെൽത്ത് ഗാർഡ് ഓയിൽ തന്നെയാണ് പറയേണ്ടത്. കാരണം ആരോഗ്യം സംരക്ഷിക്കാൻ ഇത്രയധികം നല്ലൊരു പ്രൊഡക്റ്റ്, ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഭാഗ്യം കൊണ്ട് തന്നെയാണ്. ഈ ഒരു ഉൽപ്പന്നം ശരിക്കും പറഞ്ഞാൽ ഞാനിത് ഉപയോഗിച്ച് കുടിക്കാൻ തുടങ്ങിയ സമയത്ത് എനിക്കൊരു BP ഒരു ചെറിയൊരു വേരിയേഷൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. തുടക്ക കാലഘട്ടങ്ങൾ ആസ്മയിലൊക്കെ വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി ഞാനിത് കുടിച്ചു. അപ്പൊ കുടിക്കാൻ തുടങ്ങിയ സമയത്ത് എനിക്ക് ഈ ഒരു പ്രശ്നം പരിപൂർണമായിട്ട് മാറിക്കിട്ടിയപ്പോൾ പിന്നീടുള്ള വേദികളിലൊക്കെ ഞാനിത് പറയാൻ തുടങ്ങി. അങ്ങനെ ഞാൻ കഴിച്ചത് BP വേരിയേഷന് വേണ്ടിയിട്ടാണെങ്കിൽ മറ്റു പല ആളുകൾക്കും ഇത് കഴിച്ചപ്പോൾ ഷുഗർ മാറിയിട്ടുണ്ട്, കൊളസ്ട്രോൾ മാറിയിട്ടുണ്ട്, BP നോർമൽ ആയിട്ടുണ്ട്, അതുപോലെ തന്നെ പൈൽസുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മാറിയിട്ടുണ്ട്, ആമവാദം മാറി. നമ്മുടെ നാരായണേട്ടൻ കുന്നമംഗലത്തുള്ള നാരായണേട്ടൻ എപ്പോഴും പറയും, എൻ്റെ ഒരു ക്ലാസ് കേട്ടതിന് ശേഷം അദ്ദേഹം കഴിച്ചിട്ട് അങ്ങനെ അദ്ദേഹത്തിന് എത്രയോ വർഷങ്ങളായിട്ട് ഉണ്ടായിരുന്ന പ്രശ്നം മാറിക്കിട്ടി എന്ന് പറഞ്ഞു. അപ്പൊ ഇത്തരത്തിലുള്ള നിരവധിയായ ഒരിക്കലും നമ്മൾ അത്രയ്ക്കൊക്കെ ഗുണങ്ങൾ കിട്ടുമെന്ന് അറിഞ്ഞിട്ട് പോലും അല്ല, എന്നിട്ട് പോലും അതിനേക്കാളൊക്കെ കൂടിയ ഗുണങ്ങളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ബ്ലോക്ക്, അതുപോലെ ആൻജിയോപ്ലാസ്റ്റി ഒക്കെ ചെയ്ത ആളുകൾക്കൊക്കെ ഇത് ഉപയോഗിച്ചിട്ടുണ്ടായ റിസൾട്ടുകൾ. ബ്ലോക്കൊക്കെ ബൈപ്പാസ് സർജറി ഒക്കെ ഫിക്സ് ചെയ്ത ആളുകൾക്ക് ഇതൊക്കെ കഴിച്ചിട്ട് ബൈപ്പാസ് മാറ്റിവെക്കാൻ സാധിച്ചു, അതിന്റെ ആവശ്യം വന്നിട്ടില്ല എന്ന് പറയുന്ന രീതിയിൽ. അതുപോലെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഡോക്ടർ ഡേറ്റ് ഒക്കെ കൊടുത്ത ആളുകൾ ഇത് ഉപയോഗിച്ചിട്ട് ആൻജിയോപ്ലാസ്റ്റി ഒഴിവാക്കാൻ സാധിച്ചു എന്നൊക്കെ പറയുന്ന സമയത്ത് അതിന്റെ ഒരു ക്വാളിറ്റി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത്രയധികം ക്വാളിറ്റിയുള്ള ഉൽപ്പന്നമാണ് നമുക്ക് ആർസിഎമ്മിലൂടെ ലഭിക്കുന്നത്. ഇപ്പൊ ഇതിന്റെ ആ നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട് ഫാക്ടറിയും കാര്യങ്ങളൊക്കെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു ഓൾറെഡി. അപ്പൊ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ, അപ്പോ ഈ എണ്ണ എന്ന് പറയുന്നത് ഇതൊരു പാചക എണ്ണയാണ്. ഏറ്റവും നല്ല, ലോകത്തിലെ ഏറ്റവും നല്ല പാചക എണ്ണ ഏതാണെന്ന് ചോദിച്ചാൽ അതിന് യാതൊരു സംശയവും കൂടാതെ പറയാൻ വേണ്ടി പറ്റും തവിടെണ്ണയാണെന്ന്. പക്ഷെ ഇത് ഈ ഒരു സംശയമില്ലാതെ പറയുന്നത് ആർസിഎമ്മിലുള്ള ആളുകൾ മാത്രമാണ്. ബാക്കി ആളുകൾക്ക് അത്രത്തോളം അതിനെക്കൂടെ എന്താ പറയുക, ഇന്നും ആർസിഎം ഈ തവിടുന്ന എണ്ണ കിട്ടുമോ, ഇത്രയധികം തവിട് എവിടെയാണ് എന്നുള്ള ധാരാളം സംശയങ്ങൾ ഇന്നും നിലനിൽക്കുന്നു. 6ഓളം നാഷണൽ അവാർഡ് കിട്ടിയ പ്രൊഡക്റ്റ് ആണെന്നുള്ളത് ആർസിഎമ്മിലുള്ളവർക്ക് അറിയാം. കാരണം വേറെ ചാനലിലൂടെ പത്രത്തിലൂടെയൊന്നും ഇത്തരം വാർത്തകൾ പുറത്തേക്ക് പോകുന്നില്ല, ആർസിഎമ്മിലുള്ളവർക്കാണ് ഇത് അറിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നും ഒരുപാട് ആളുകൾ സംശയത്തിന്റെ ഒരു നിഴലിൽ തന്നെയാണ് ഈ ഒരു പ്രൊഡക്റ്റിനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അനുഭവം, ഉപയോഗിച്ച ആളുകളുടെ അനുഭവം പറഞ്ഞാൽ തീരില്ല, അത്ര മാത്രം അനുഭവങ്ങളാണ്. ഡോക്ടർ ആൻസാർ പറയും 33ലധികം ജീവിതശൈലി രോഗങ്ങൾക്കുള്ള ഒരു പ്രതിരോധവും ഒരു പരിധി വരെ ഒരു മരുന്നും എന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ആ രീതിയിലേക്കുള്ള ഒരു പ്രൊഡക്റ്റാണ്. അപ്പൊ ഇത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് പാചകം തന്നെയായിട്ട് ഉപയോഗിക്കാം. അതിന് പുറമെ ഒരു 2 ടീസ്പൂൺ എങ്കിലും വെറും വയറ്റിൽ കഴിക്കുന്നത് ശീലമാക്കി കഴിഞ്ഞാലാണ് ഇതിന്റെ ശരിയായ റിസൾട്ട് നമുക്ക് കിട്ടുക. പാചകത്തിനെടുക്കുന്ന സമയത്ത് നമുക്കറിയാം ഇതിൽ ഫൈബർ കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ പാചകത്തിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് പോകുന്ന അതിന്റെ എണ്ണയുടെ അളവൊക്കെ വളരെ കുറവാണ്. അപ്പോൾ നേരെ മറിച്ച് എണ്ണയായിട്ട് കഴിക്കുമ്പോഴാണ് ശരീരത്തിന് ശരിക്കും അതിന്റെ ഗുണം കിട്ടുക. എണ്ണയായിട്ട് കഴിക്കുന്ന സമയത്ത് അത് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ബ്ലഡിലേക്കൊക്കെ കയറുമ്പോൾ അതിൽ ആന്റി ഓക്സിഡന്റ്, നമുക്ക് ഒറൈസോൾ എന്ന് പറയുന്ന ആന്റി ഓക്സിഡന്റ് നമുക്കറിയാം. ആ ആന്റി ഓക്സിഡന്റ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ബ്ലഡ് സർക്കുലേഷനൊക്കെ നല്ലപോലെ സ്മൂത്ത് ആവുകയും അതുപോലെ തന്നെ രക്തക്കൊള്ളുകളിലൊക്കെ അടിഞ്ഞുകൂടിയിരിക്കുന്ന അഴുക്കിനെയാണെങ്കിലും മെഴുക്ക്, അതുപോലെ പ്ലാക്ക് പോലുള്ളതിനൊക്കെ അലിയിച്ച് കളയാനുള്ള ആ ഒരു പവർ ഇതിൽ ആന്റി ഓക്സിഡന്റുകൾക്ക് ഉള്ളത് കൊണ്ടാണ് ഇത് വെറും വയറ്റിൽ കഴിക്കണം എന്ന് പറയുന്നത്. അപ്പൊ പല ആൾക്കാരും ഇത് കഴിച്ചിട്ട് ദിവസങ്ങൾ കൊണ്ട് പറയാറുണ്ട്, ഇപ്പൊ മുട്ടുവേദനയ്ക്ക് ആശ്വാസമുണ്ട്, ജോയിന്റ് പെയിൻ മാറിയ പോലെ തോന്നുന്നു, നല്ല ആശ്വാസമുണ്ട്. അതുപോലെ തന്നെ പൈൽസിന് വളരെ പെട്ടെന്ന് 3 ദിവസം 4 ദിവസം കൊണ്ടൊക്കെ പല ആൾക്കാർ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് വളരെ ആശ്വാസമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ കിട്ടാനുള്ള കാരണം എന്ന് പറയുന്നത് ഒരു പാചക എണ്ണയായിട്ട് മാത്രം ഉപയോഗിക്കുമ്പോഴല്ല, മറിച്ച് അതൊരു 2 സ്പൂണെങ്കിലും 23 മില്ലി വരെ ഇത് കഴിക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. ഇനി അത് കുറച്ച് കൂടി പോയാലും വേറെ ഒന്നും സംഭവിക്കാനില്ല. 1-2 പ്രാവശ്യം ടോയ്ലറ്റിൽ പോണ്ടി വരുമെന്നല്ലാതെ വേറെ ഒന്നും സംഭവിക്കാനില്ല. അപ്പം അതേ രീതിയിൽ ഉപയോഗിക്കാൻ വരുന്ന ഒരു എണ്ണയാണ്. അപ്പൊ പാചക എണ്ണയായിട്ട് മാത്രമാണ് പല ആളുകൾ ഇപ്പോഴും അതിനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് മാറി ഈ വെറും വയറ്റിൽ കഴിക്കുന്ന ഒരു ശീലം കൂടെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിലാണ് അതിന് ശരിയായ റിസൾട്ട്. കുട്ടികൾക്കൊക്കെ 1 സ്പൂൺ കഴിക്കാൻ കൊടുക്കാം, മുതിർന്നവരൊക്കെ ആണെങ്കിൽ
2 സ്പൂണും പറഞ്ഞ പോലെ 23 മില്ലി വരെ കഴിക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പമില്ലാത്ത അല്ലെങ്കിൽ ഗുണങ്ങൾ മാത്രമുള്ള ഒരു എണ്ണയാണ്. എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രത്യേകിച്ച് ഹൃദയ സംബന്ധമായിട്ടതൊക്കെ വരുമ്പോൾ ഡോക്ടേഴ്സ് ആദ്യം തന്നെ പറയുന്ന ഒരു കാര്യം എണ്ണയുടെ ഉപയോഗം കുറയ്ക്കാനാണ്. ശരിയാണ്, ഇന്ന് നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന അതിനെ വേറെ രീതിയിൽ കാണാൻ വേണ്ടി പാടില്ല. ഡോക്ടേഴ്സ് പറയുന്നത് ശരി തന്നെയാണ്. കാരണം മാർക്കറ്റിൽ കിട്ടുന്ന എണ്ണകൾ അല്ലെങ്കിൽ പൊതുവെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എണ്ണകൾ മുഴുവനും അത്തരത്തിലുള്ളതാണ്. ഒരെണ്ണയെ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. 300-400-ലധികം കമ്പനികളുടെ വെളിച്ചെണ്ണ പരിശോധിച്ച സമയത്ത്, കേരളത്തിൽ വിൽപ്പന നടന്ന കമ്പനികളുടെ വെളിച്ചെണ്ണ പരിശോധിച്ച സമയത്ത് അതിലൊന്നും തേങ്ങയിൽ നിന്ന് എടുക്കുന്ന എണ്ണയായിരുന്നില്ല. മിക്കവാറും എല്ലാം തന്നെ എന്ന് പറഞ്ഞതുപോലെ 300-ലധികം ബ്രാൻഡുകളും ഈ പറയുന്നത് പോലെ വ്യാജമായിട്ടുള്ള അല്ലെങ്കിൽ കൃത്രിമമായിട്ടുണ്ടാക്കുന്ന എണ്ണകളായിരുന്നു. അതായത് പെട്രോളിയത്തിന്റെ വേസ്റ്റ് ആയിട്ടുള്ള ലിക്വിഡ് പാരഫിൻ എന്ന് പറയുന്ന ആ ഒരു മെഴുകു സ്വഭാവമുള്ള സാധനത്തിൽ വെളിച്ചെണ്ണയുടെ എസൻസ് കയറ്റിയിട്ടും ഒക്കെ തെറ്റായ രീതിയിൽ അത്തരത്തിലുള്ള ധാരാളം എണ്ണകളായിരുന്നു മാർക്കറ്റിൽ വന്നുകൊണ്ടിരുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള എണ്ണകൾ നമ്മൾ ചൂടാക്കി ഉപയോഗിക്കുമ്പോൾ അതിലുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് നമുക്ക് കൂടുതലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. അപ്പൊ അതുകൊണ്ട് എണ്ണകൾ ചൂടാകുമ്പോൾ അതിലുണ്ടാകുന്ന ട്രാൻസ്ഫാറ്റ് ആണ് ഏറ്റവും പ്രശ്നം. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, എണ്ണകൾ ചൂടാക്കിയാണ് നമ്മൾ ഉപയോഗിക്കുക. ആ എണ്ണ ചൂടാകുമ്പോൾ അതിലുള്ള ട്രാൻസ്ഫാറ്റ് ആണ് പ്രശ്നം. പക്ഷെ നമ്മൾ ഈ എണ്ണയിൽ താപം താങ്ങാനുള്ള കഴിവ് നമ്മുടെ എണ്ണയ്ക്ക് കൂടുതലാണ്. 254 ഡിഗ്രി വരെ ഇത് താപം താങ്ങുന്നത് കൊണ്ട് നമ്മൾ എണ്ണ സാധാരണ നോർമൽ പാചകത്തിനൊന്നും അത്രയും ചൂടാക്കേണ്ടി വരുന്നില്ല. അതുകൊണ്ട് ഒരിക്കലും അത് ട്രാൻസ്ഫാറ്റ് ഫോം ചെയ്യുന്നില്ല. ട്രാൻസ്ഫാറ്റിന്റെ പെർസെൻറ്റേജ് ശരിക്കും ഇതിൽ 0 ആണ്. അത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പോലും അല്ല. അപ്പോൾ അത്തരത്തിൽ ധൈര്യത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന, വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന, ആരോഗ്യത്തിന് ഏറ്റവും കൂടുതൽ ഗുണം തരുന്ന ഒരു അമൃതത്തിന് തുല്യമായിട്ടുള്ള പ്രൊഡക്റ്റാണ് ആർസിമിന്റെ റൈസ് ബ്രാൻ ഓയിൽ. ഇത് രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നത് ശീലമാക്കുക. അതുപോലെ തന്നെ വെള്ളം കുടിക്കുന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, സുരേഷ് സാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. 20 കിലോയ്ക്ക് 1 ലിറ്റർ വെള്ളം എന്നൊരു അനുപാതത്തിൽ നമുക്ക് ആ വെള്ളം കുടിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് നമുക്ക് അറിയാം. ഈ സമയത്ത് നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം മഴക്കാലമാണ്. വെള്ളം നല്ലപോലെ തിളപ്പിച്ച് ആറിയ 100 ഡിഗ്രിയിൽ നല്ലപോലെ തിളച്ചതിന് ശേഷം അത് തണുത്ത് വീണ്ടും ഒന്നും കൂടെ തിളപ്പിച്ച് തണുപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അങ്ങനെ വേണം വെള്ളം കുടിക്കാൻ എന്നാ പറയുക. അപ്പൊ അത്തരത്തിൽ വെള്ളം നമ്മൾ കുടിക്കണം. കുടിക്കുന്ന വെള്ളം നമ്മുടെ ശരീരത്തിന്റെ ഭാരത്തിനനുസരിച്ച് കുടിച്ചെങ്കിൽ മാത്രമേ വെള്ളം കുടിച്ചതുകൊണ്ട് നമുക്ക് പ്രയോജനമുള്ളൂ. രക്തശുദ്ധീകരണത്തിനും അതുപോലെ തന്നെ തേയ്മാനങ്ങൾ ഇല്ലാതിരിക്കണമെങ്കിലും ദഹനം നടക്കണമെങ്കിലും ഒക്കെ വെള്ളം ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്. അതുകൊണ്ട് ആ വെള്ളം കുടിയുടെ കാര്യത്തിൽ യാതൊരു വിഷയം വരുത്താൻ വേണ്ടി പാടില്ല. ഗാമേനെ കുറിച്ച് ഇതിനെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. കാരണം ധാരാളം ട്രെയിനിങ്ങുകളും അതുപോലെ തന്നെ ധാരാളം എന്താ പറയേണ്ടത് ക്ലിനിക്കലി പ്രൂവൺ ആയിട്ടുള്ള ധാരാളം കാര്യങ്ങൾ നമുക്ക് ഡോക്ടർ ദിനേശ് സാറ് കഴിയുന്നു. അല്ലാതൊക്കെ നമുക്ക് ധാരാളം കിട്ടുന്നു. ഷാമി അടുത്തിനൊക്കെ നമുക്ക് ധാരാളം ഇത്തരത്തിൽ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊക്കെ ഉപയോഗിക്കേണ്ട ഒരു ആവശ്യകത നമ്മൾ മനസ്സിലാക്കുക. ഇതൊന്നും ഉപയോഗിച്ചില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെ ഇല്ലാത്ത കാലത്തും ജീവിച്ചില്ലേ, ശരിയാണ്. പക്ഷേ ഇനി അങ്ങോട്ടേക്ക് ഇത്തരത്തിലുള്ള ന്യൂട്രാസ്യൂട്ടിക്കൽസ്, ഫുഡ് സപ്ലിമെന്റുകളൊന്നും ഇല്ലാതെ നമുക്ക് ആരോഗ്യത്തോടെ ജീവിക്കാൻ സാധിക്കില്ല. കാരണം അങ്ങനെ ഒരു അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു ഒറ്റമൂലി എന്ന് പറയുന്ന രീതിയിൽ കാണാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ് ആർസിമിന്റെ ഹെൽത്ത് ഗാർഡ് ഗാമ ഒറൈസ്മോൾ എന്ന് പറയുന്നത്. ഇത് 2 ക്യാപ്സ്യൂള് പല ആൾക്കാരും പല ഉൽപ്പന്നങ്ങളും കഴിക്കുന്നുണ്ട്, പക്ഷെ ശരിയായ അളവിൽ കഴിക്കുന്നില്ല. അതുകൊണ്ട് ഇത് റെക്കമെൻഡ് ചെയ്യുന്ന ആ അളവ് എന്ന് പറയുന്നത് 2 ക്യാപ്സ്യൂൾ ഡെയിലി കഴിക്കുക എന്നുള്ളതാണ്. ദിവസവും 2 ക്യാപ്സ്യൂൾ, ഒന്ന് രാവിലെ ഒന്ന് രാത്രി കഴിക്കുന്നതാണെന്നാലും ഭക്ഷണത്തിനോട് ചേർന്ന് ഭക്ഷണം കഴിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് കഴിക്കാം. നല്ലപോലെ വെള്ളം കുടിച്ച് ആ രീതിയിൽ കഴിക്കുന്നതുകൊണ്ട് വളരെയധികം ഗുണം കിട്ടും. നമ്മൾ പറഞ്ഞതുപോലെ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ, അതുപോലെ കൊളസ്ട്രോൾ ആയിക്കോട്ടെ, ഷുഗർ ആയിക്കോട്ടെ, BP ആയിക്കോട്ടെ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, സ്ട്രെസ് കുറയ്ക്കുക എന്നുള്ളതാണ്. പുരുഷന്മാരെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കവും അതിലുണ്ടാകുന്ന മറ്റു അസുഖങ്ങളൊക്കെ. അതിനെയൊക്കെ മാറ്റിയെടുക്കാൻ ഇതിന്റെ ഉപയോഗത്തിലൂടെ സാധിക്കുന്നു. അതേപോലെ തന്നെ തൈറോയിഡുമായിട്ട് ബന്ധപ്പെട്ട് ഹൈപ്പോ തൈറോയിഡിസത്തിന് വളരെയധികം റിസൾട്ട് കണ്ടിട്ടുണ്ട്. 2.5 മാസം കൊണ്ട് 3 മാസം കൊണ്ട് പോലും തൈറോയിഡൊക്കെ നോർമലായ ധാരാളം കേസുകൾ നമുക്ക് റിസൾട്ടുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഉപയോഗിക്കുമ്പോൾ 2 എണ്ണം വീതം ഉപയോഗിക്കുക. 2 എണ്ണം രാവിലെ, 2 എണ്ണം രാത്രി എന്നുള്ള രീതിയിലേക്ക്. എന്തെങ്കിലും പ്രത്യേകിച്ച് പ്രശ്നങ്ങളോ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ അതിന് ഡോസ് കൂട്ടി ഉപയോഗിക്കണം. നോർമൽ ഡോസ് എന്ന് പറയുന്നത് 2 ക്യാപ്സ്യൂളാണ്. ഇത് രാവിലെ ഒന്ന് രാത്രി ഒന്ന് ഭക്ഷണത്തിന് മുമ്പായിട്ട് കഴിക്കാം. അപ്പം ആരോഗ്യം നിലനിർത്താനും നല്ല ഉറക്കം പ്രദാനം ചെയ്യാനും ഒക്കെ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് സാധിക്കുന്നു. പിന്നെയുള്ളത് നമ്മുടെ ന്യൂട്രിചാർജിലെ സപ്ലിമെന്റ് ആണ്. ഇന്ന് രാവിലെയും കൂടെ സുരേഷ് സാർ അതിമനോഹരമായിട്ട് നമുക്ക് ഒരു സെഷൻ തന്നു. അത് മറ്റൊന്നുമല്ല, നമ്മുടെ കയ്യിൽ ഉൽപ്പന്നങ്ങൾ ധാരാളമുണ്ട്, പക്ഷെ പല ഉൽപ്പന്നങ്ങളും നമുക്ക് ആളുകളിലേക്ക് എത്തിക്കുന്നതിന് നമ്മുടെ സാധാരണ രീതിയിലുള്ള ഒരു പ്രസന്റേഷനോ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞതുകൊണ്ട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി കഴിയില്ല. അതിന് ഒരു ടൂൾ നമ്മുടെ കയ്യിലുള്ളത് നമ്മുടെ ബോഡി സ്കാനറാണ്. ആ ബോഡി സ്കാനറെ കുറിച്ചാണ് ഇന്ന് രാവിലെ സുരേഷ് സാർ വളരെ മനോഹരമായിട്ട് അതിന്റെ ഉപയോഗ രീതിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത്. അപ്പോൾ അതിന്റെ മേലെ ഒരാളെ കയറ്റി നിർത്തി കഴിയുമ്പോഴത്തേക്ക് ഒരാളുടെ ആരോഗ്യസ്ഥിതി എന്താണെന്ന് കൃത്യമായിട്ട് നമുക്ക് അതിൽ മോണിറ്റർ ചെയ്യാൻ വേണ്ടി പറ്റും. അനാരോഗ്യം ആയിക്കോട്ടെ, ആരോഗ്യം ആയിക്കോട്ടെ, എന്താണെങ്കിലും അതിന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അത് കൃത്യമായിട്ട് നമ്മൾ അതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കാനും അതിന് വേണ്ട ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണ്, ഇപ്പം ഫാറ്റ് കൂടുതലാണ്, അല്ലെങ്കിൽ അണ്ടർ വെയിറ്റ് ആണ്, അല്ലെങ്കിൽ ഓവർ വെയിറ്റ് ആണ്, ഇങ്ങനെ പല പ്രശ്നങ്ങൾ, എല്ലിന്റെ തേയ്മാനമായിട്ട് ബന്ധപ്പെട്ട് ഇതിന് വേണ്ടത്ര ഡെൻസിറ്റി ഇല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് എന്തൊക്കെ പ്രൊഡക്റ്റുകൾ വേണമെന്നുള്ളതിനെ പറ്റി പറഞ്ഞു കൊടുക്കാനും നമുക്ക് അറിഞ്ഞിരുന്നാൽ തീർച്ചയായിട്ടും ആ ഒരു എക്യുപ്മെന്റ്
വലിയ രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യും. അപ്പം ഈ പറയുന്ന രീതിയിൽ ഫുഡ് സപ്ലിമെന്റിന്റെ ആവശ്യകത ഞാൻ പറഞ്ഞു. ഇപ്പോൾ വരാൻ വേണ്ടി പോകുന്ന ഇപ്പൊ ഓൾറെഡി ഇപ്പൊ കൊറോണ വീണ്ടും വന്നു കഴിഞ്ഞു. ഇപ്പം കേരളത്തിൽ ഒരുപാട് കേസുകൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോ പോയി കൊറോണ പൂർണ്ണമായിട്ടും പോയി എന്നുള്ള രീതിയിൽ ആളുകൾ എന്താ പറയേണ്ടത്, എല്ലാം നമ്മളിപ്പോ പുറത്തൊക്കെ പോയി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മൾ സാനിറ്റൈസർ ഉപയോഗിക്കുമായിരുന്നു, അതുപോലെ കൈ ഹാൻഡ് വാഷ് ഇട്ട് കഴുകുമായിരുന്നു, മാസ്ക് ധരിക്കുമായിരുന്നു. അതിൽ നിന്നൊക്കെ നമ്മൾ കുറെ പുറകോട്ട് പോയി. കാരണം ഇപ്പൊ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിൽ നിന്ന് പുറകോട്ട് പോയി. പക്ഷെ ആ സപ്ലിമെന്റിന്റെ ഉപയോഗത്തിൽ പോലും ആളുകൾ പുറകോട്ട് പോയി. പക്ഷേ ഇത് വീണ്ടും വന്നിരിക്കുകയാണ്. ഇത് കാലാവസ്ഥയിൽ വരുന്ന മാറ്റത്തിലൂടെയും അല്ലാതെയൊക്കെ ഇത് ഇങ്ങനെ ഉണ്ടാവും. ഇതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ അതിന് ഏറ്റവും നല്ല ഉൽപ്പന്നങ്ങൾ നമ്മുടെ ഫുഡ് സപ്ലിമെന്റ് തന്നെയാണ്. അതില് PVMF ബ്രേക്ക്ഫാസ്റ്റ് കൃത്യമായിട്ട് കഴിക്കുക എന്നുള്ളതും ഉച്ചയ്ക്ക് S5 നിർബന്ധമായിട്ടും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ കഴിക്കുക എന്നുള്ളതും വളരെ നമ്മൾ ഒഴിച്ചുകൂടാൻ പറ്റില്ല. കാരണം അതിനെ മാറ്റി നിർത്തിയിട്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് പ്രത്യേകിച്ച് ഈ പറയുന്ന ഡെങ്കിപ്പനി അതുപോലെ കൂടി വരുന്നു, അതുപോലെ കൊറോണ വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് നമുക്ക് നിർബന്ധമായിട്ടും ഇത്തരം സപ്ലിമെന്റുകളുടെ ആവശ്യത അത് പോകെ ഞാൻ ഒന്ന് രണ്ട് സ്ലൈഡ് വേറെ സ്പെഷ്യലായിട്ട് വെച്ചിട്ടുണ്ടെന്ന് ഞാൻ പറയാം. ഏതായാലും ഇത്തരം ഉൽപ്പന്നങ്ങളുടെ ആവശ്യകത വളരെ വലുതാണ്. ഇതിലൊരു ഉൽപ്പന്നം നമുക്ക് മാറ്റി വെക്കാൻ പറ്റുന്നതല്ല. കാരണം നമ്മൾ ആരോഗ്യപരമായിട്ട് മുമ്പോട്ട് പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഉൽപ്പന്നങ്ങളാണ്. എന്നാൽ 70% ശരിക്കും പറഞ്ഞാൽ ഈ ഫുഡ് സപ്ലിമെന്റ് നമ്മളെ ബോഡിക്ക് കൊടുക്കുന്ന ഗുണം എന്ന് പറയുന്നത്. 70% നമുക്ക് ഇതിന് ഗുണം കിട്ടും. പക്ഷെ ബാക്കി വരുന്ന 30% എന്ന് പറയുന്നത് നമ്മൾ വ്യായാമം ചെയ്താൽ തന്നെ നമുക്കിത് കിട്ടും. കൃത്യമായിട്ട് രാവിലെ PVMF കഴിക്കുന്നു, അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് കഴിക്കുന്നു, ഉച്ചയ്ക്ക് S5 ഇതൊക്കെ കഴിക്കുന്നു, കൃത്യമായിട്ട് വ്യായാമം ഇല്ലെങ്കിൽ അതിന്റെ ശരിയായ റിസൾട്ട് നമുക്ക് കിട്ടും. അപ്പൊ നല്ലപോലെ വ്യായാമം ചെയ്യാനും അതുപോലെ വെള്ളം കുടിക്കുന്ന കാര്യത്തിലും വീഴ്ച വരുത്താൻ വേണ്ടി പാടില്ല. ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഫുഡ് സപ്ലിമെന്റ് കഴിക്കുമ്പോൾ അതിന്റെ റിസൾട്ട് കിട്ടണമെങ്കിൽ വ്യായാമം വേണം, വെള്ളം കൂടി നിർബന്ധമാണ്. അപ്പോൾ ഇത് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം ഉപയോഗിക്കേണ്ട ന്യൂട്രിചാർജ് ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ PVMF ആണെങ്കിലും അതുപോലെ വെജൊമേഗ, ന്യൂട്രിചാർജ് വെജൊമേഗ, അതുപോലെ തന്നെ ന്യൂട്രിചാർജ് വ്യൂ, പിന്നെയുള്ളത് S5. ഇത്രയും ഉൽപ്പന്നങ്ങൾ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ദിവസം നിർബന്ധമായിട്ട് ഉപയോഗിച്ചിരിക്കേണ്ട ഉൽപ്പന്നങ്ങളാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉൽപ്പന്നങ്ങൾക്കെല്ലാം PV ആണ്, പിന്നീട് അത് വരുമാനമായിട്ടൊക്കെ മാറും, നമുക്കറിയാം. അപ്പോൾ ആ ഒരു കാര്യം വരുമ്പോഴത്തേക്കും ഒരാൾ ഒരു ദിവസം ഉപയോഗിക്കേണ്ട മിനിമം ആ ഒരു ന്യൂട്രിചാർജ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ തന്നെ ഏകദേശം 2904 PV വരുന്നു എന്നുള്ളതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇത് ഈ സമയത്ത് നിർബന്ധമായിട്ടും ഉപയോഗിക്കേണ്ടതാണ്. ഒരു നമുക്കറിയാം പ്രോട്ടീൻ പൗഡർ പലതരത്തിലുള്ളതുണ്ട്. കൊക്കോവി ഉണ്ട്, സ്ട്രോബെറി ഉണ്ട്, ഓൾപ്രോ ഉണ്ട്, അതേപോലെ തന്നെ കേസർ പെസ്റ്റി ഉണ്ട്. പിന്നെ ഡയബറ്റിക് പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഗ്ലൈസം പൗഡർ ഉണ്ട്, ടാബ്ലറ്റ് ഉണ്ട്, ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ അവസ്ഥ അനുസരിച്ചുള്ള ഇഷ്ടമുള്ള പ്രോട്ടീൻ പൗഡർ സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ എന്തായാലും ഇത്രയും ഉൽപ്പന്നങ്ങൾ മിനിമം ഒരു ദിവസം ഒരു പുരുഷൻ ഉപയോഗിച്ചിരിക്കണം. അതേപോലെ തന്നെ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സ്ട്രോബെറി പ്രോട്ടീൻ പൗഡർ, വുമൻ ടാബ്ലറ്റ്, വെജൊമേഗ, ന്യൂട്രിചാർജ് വ്യൂ, അതുപോലെ തന്നെ ന്യൂട്രിചാർജ് S5. അപ്പൊ ഇത്രയും ഉപയോഗിക്കുന്ന സമയത്ത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർ ഡെയിലി അവർക്ക് അത് അത്യാവശ്യമാണ്, ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. 2898 PV അതിലൂടെയും വരുന്നു എന്നുള്ളതാണ്. അപ്പൊ നോക്കൂ, ഒരു പുരുഷനും സ്ത്രീയും മാത്രം അവരുടെ ശരീരത്തിന്റെ അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ട് അല്ലെങ്കിൽ ആരോഗ്യം നിലനിർത്താൻ വേണ്ടി മാത്രം ഉപയോഗിക്കേണ്ട ന്യൂട്രിചാർജ് ഉൽപ്പന്നങ്ങൾ മാത്രം ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന PV എത്രയാണ്? രണ്ടുപേരും ഉപയോഗിക്കുന്നത് ഏകദേശം 5000 PVക്ക് മുകളിലായി, ഇല്ലേ? ഇനി കുട്ടികളുണ്ടാവും വീട്ടിൽ, അപ്പൊ അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ന്യൂട്രിചാർജ് കിഡ്സ്, അപ്പോൾ അത് 2 ഫ്ലേവറിൽ വരുന്നുണ്ട്. ചോക്ലേറ്റ് ഫ്ലേവറിലും മാംഗോന്റെ ഇതും വരുന്നുണ്ട്. 2 തരത്തിൽ വരുന്നുണ്ട്. ഏതായാലും 48ഓളം ന്യൂട്രിയൻസ് ഉള്ള ഈ ന്യൂട്രിചാർജ് കിഡ്സ് അതിനെ ഒന്ന് പകരം വെക്കാൻ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ എനിക്ക് തോന്നുന്നില്ല ലോക മാർക്കറ്റിൽ തന്നെ വേറെ ഉൽപ്പന്നം ഉണ്ടോ. അത്രമാത്രം ക്ലിനിക്കലി പ്രൂൺ ആയിട്ടുള്ള ആ ഒരു പ്രൊഡക്റ്റ് ഇപ്പൊ പ്രത്യേകിച്ച് ഇനിയിപ്പോ നാളെ സ്കൂൾ തുറക്കുകയാണ്. പല സ്ഥലത്തും സ്കൂൾ തുറക്കുന്ന ദിവസം മാറ്റി വെച്ചിട്ടുണ്ടെങ്കിലും 2-ാം തീയതി എന്നുള്ള നിലയ്ക്ക് നാളെ സ്കൂൾ തുറക്കുകയാണ്. കുട്ടികൾ ഇനിയിപ്പം ആ സ്കൂളിലേക്ക് പോകുന്നു. മിക്കവാറും കുട്ടികൾ എന്താ പറയുക വാഹനങ്ങളിൽ തന്നെയാണ് പോകുന്നത്. എന്നാലും അത്യാവശ്യം മഴയൊക്കെ നനഞ്ഞ് ജലദോഷവും പനി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാൻ സാധ്യത കൂടുതലാണ്. കുട്ടികളുടെ ഇമ്മ്യൂണിറ്റി നല്ല രീതിയിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് കൊടുക്കാവുന്ന ഏറ്റവും നല്ല ഉൽപ്പന്നമാണ് ക്ലിനിക്കലി പ്രൂൺ ആയിട്ടുള്ള ന്യൂട്രിചാർജ് കിഡ്സ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. ദിവസവും അത് കൊടുക്കുക എന്നുള്ളതാണ്. അടുത്ത സ്ലൈഡിലേക്ക് ഞാൻ പോകുമ്പോൾ അതിനെ കൃത്യമായിട്ട് ഇതിനെ കുറിച്ച് പറയുന്നുണ്ടാവും. എന്തായാലും ന്യൂട്രിചാർജ് ബയോഏജ്, ന്യൂട്രിചാർജ് BJ, എല്ലിന്റെ ഡെൻസിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക്, തേയ്മാനങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ജോയിന്റ് പ്രശ്നങ്ങൾക്കൊക്കെ പരിഹരിക്കാൻ ന്യൂട്രിചാർജ് BJ, കരളിനെ സംരക്ഷിക്കാൻ ന്യൂട്രിചാർജ് ബയോഏജ്, അതുപോലെ തന്നെ വണ്ണം കുറയാൻ വേണ്ടിയിട്ടുള്ളത് മാത്രമല്ല വണ്ണം കൂടാനുള്ളതുമുണ്ട്. അപ്പോൾ അങ്ങനെ SNF ആണെങ്കിലും ഗെയിനർ ആണെങ്കിലും അതുപോലെ ഓർമ്മശക്തി ഒക്കെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള DHA, അതുപോലെ ന്യൂട്രിചാർജിന്റെ നമുക്ക് റീഫ്രഷർ, 2 തരത്തിലുള്ള റീഫ്രഷർ. ഇത്തിരി ഉൽപ്പന്നങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഇത്തരത്തിലുള്ള ധാരാളം ഉൽപ്പന്നങ്ങൾ. ഓക്കെ, അതേപോലെ തന്നെ ഗുഡ് ഡോട്ടിന്റെ ഉൽപ്പന്നങ്ങൾ. ഇത് ഈ പറഞ്ഞതുപോലെ ഒന്നിനെയും കൊല്ലാതെ നമുക്ക് അതിന്റെ ആവശ്യകത. അപ്പൊ നമ്മൾ ഇറച്ചി, മത്സ്യം കഴിക്കാറുണ്ട്, മാംസം കഴിക്കാറുണ്ട്, ഒക്കെ കഴിക്കാറുണ്ട്. അപ്പം അതിനൊക്കെ എന്ന് പറഞ്ഞാൽ എന്താണ്
എന്തിനെങ്കിലുമൊക്കെ കൊല്ലണം, കൊല്ലാതെ എന്തായാലും ഇതൊന്നും കഴിക്കാൻ വേണ്ടി കഴിയില്ല. പക്ഷെ ഒന്നിനെയും കൊല്ലാതെ നമ്മൾ ആ ഒരു ടേസ്റ്റ് നിലനിർത്തിക്കൊണ്ട് അതിനേക്കാൾ ടേസ്റ്റിലും അതിനേക്കാൾ ഗുണത്തിലും കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് ഗുഡ് ഹോട്ടൽ നിരവധി ഉൽപ്പന്നങ്ങൾ നമുക്ക് തന്നിരിക്കുന്നത്. അതിപ്പോ പ്രോട്ടീൻസ് ആണെങ്കിലും വെജിറ്റേറിയൻ ഡയറ്റ് ആണെങ്കിലും അതുപോലെ നിരവധി ഗുഡ് സിപ്പ്, അതുപോലെ നൂഡിൽസ്, എല്ലാ ഉൽപ്പന്നങ്ങളും ഇപ്പൊ റെഡി കുക്ക് ബിരിയാണി എല്ലാം വന്നിരിക്കുന്നു. സൂപ്പ് ഉണ്ട്. ശരിക്കും നമ്മൾ ഇതിന്റെ ഒരു വാല്യൂ ഒന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ ഒരു സൂപ്പൊക്കെ ഒരു സ്റ്റാർ ഹോട്ടലൊക്കെ പോയി ഒരു സൂപ്പ് കഴിക്കുമ്പോൾ എത്ര പൈസ കൊടുക്കണം. അതുകൊണ്ട് തന്നെ പലരും കഴിക്കാറില്ല എന്നുള്ളതാണ്. അപ്പൊ പലരും മറ്റേ ആ ഒരു ഉൽപ്പന്നത്തിനെ പറ്റി ഒന്നും ചിന്തിക്കാറ് പോലും. മുസാർ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ് സൂപ്പിനെ കുറിച്ച്. അപ്പൊ എത്ര എത്ര വില കൊടുത്താലാണ് ഒരു സൂപ്പ് കിട്ടുക. പക്ഷെ നമുക്കിവിടെ ഒരു സൂപ്പ് എത്ര പൈസക്കാണ് കിട്ടുന്നത്, അത് തയ്യാറാക്കാൻ എന്തൊരു എളുപ്പമാണ്. അപ്പം ഭക്ഷണത്തിന് തൊട്ട് മുമ്പായിട്ട് നമ്മളത് കഴിക്കുന്ന സമയത്ത് കഴിക്കുന്ന ഭക്ഷണത്തിന് ശരിയായ രീതിയിൽ ദഹിപ്പിക്കാനും അത് ബോഡിക്ക് കിട്ടുന്ന രീതിയിലേക്കൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സൂപ്പ് സഹായിക്കുന്നുണ്ട്. പക്ഷെ നമ്മളൊന്നും അതിന്റെ ശരിയായ സ്ഥിരമായിട്ടൊരു ഉപയോഗത്തിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ ഗുഡ് സിപ്പ് ഈ സമയത്ത് നിർബന്ധമായിട്ട് ഉപയോഗിക്കേണ്ട ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. കാരണം പനിയും ജലദോഷവുമായി ബന്ധപ്പെട്ട് തൊണ്ടവേദന അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് ചൂടുവെള്ളത്തിൽ ഗുഡ് സിപ്പ് നമ്മൾ കലക്കി കഴിക്കുന്ന സമയത്ത് എത്ര പെട്ടെന്നാണെന്ന് അറിയാം ശ്വാസം കിട്ടുന്നത്. പനിയൊക്കെ ഉള്ളവർക്ക് വളരെ പെട്ടെന്ന് പനി കുറയുന്നു, ചുമ കുറയുന്നു, ധാരാളം റിസൾട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഗുഡ് സിപ്പ് നമ്മൾ ശീലമാക്കുക. ഗുഡ് സിപ്പ് രാവിലെയും രാത്രിയും ഈ പറഞ്ഞ രീതിയിൽ കഴിക്കുകയാണെങ്കിൽ ഫാറ്റിനെ വരെ ശരിയായ രീതിയിൽ റെഡ്യൂസ് ചെയ്യാൻ അത് വളരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് ഗുഡ് സിപ്പ്. പിന്നെ നൂഡിൽസിനെ പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ല. കാരണം കുട്ടികൾ വീട്ടിൽ തയ്യാറാക്കി സ്വന്തമായിട്ട് തയ്യാറാക്കി ഉപയോഗിക്കുന്ന സാധനമാണ് നൂഡിൽസ്. പുറത്തുനിന്ന് കിട്ടുന്ന നൂഡിൽസിനെ അപേക്ഷിച്ചിട്ട് മൈദയിലല്ല പാമോയിലല്ല നമ്മളത് തവിടനെ തയ്യാറാക്കുന്നു, ഗോതമ്പ് പൊടിയിൽ തയ്യാറാക്കുന്നു. കൂടാതെ നല്ലപോലെ പ്രോട്ടീൻ ഉണ്ട്, ഫൈബർ ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പം അതിന് പറ്റുന്ന പ്രൊഡക്റ്റ് പ്രോട്ടീൻസ് ആണെങ്കിലും അതുപോലെ തന്നെ വെജിറ്റേറിയൻ ബൈറ്റ് ആണെങ്കിലും ഒക്കെ ഇന്നിപ്പം ഇതൊക്കെ ഈ പ്രോട്ടീൻസും വെജിറ്റേറിയൻ ബൈറ്റും ഒക്കെ ഉപയോഗിക്കുന്ന ആളുകൾ കുറച്ച് പുറകോട്ട് പോകാനുള്ള കാരണം നമ്മുടേതായ റെസിപ്പിയിൽ അത് ഉണ്ടാക്കുന്ന സമയത്ത് അതിന്റെ ശരിയായ ടേസ്റ്റ് കിട്ടാത്തതുകൊണ്ടാണ് ആളുകൾ അതിലേക്ക് വരുന്നത്. പക്ഷെ ഇന്ന് ഗുഡോട്ട് അതിനു വേണ്ടിയിട്ട് ഒത്തിരി ശോധന നടത്തുകയാണ്. ഇനി ഇത് എങ്ങനെ പാചകം ചെയ്ത് കഴിക്കണം എന്ന് ഇവരെ പഠിപ്പിച്ചു തരണം. ഒന്ന് ആലോചിച്ച് നോക്കി, ₹1 ചെലവില്ലാതെ സ്വന്തം വീട്ടിലിരുന്നു കൊണ്ട് അടുക്കളയിൽ ഇത് ചെയ്തുകൊണ്ട് നമ്മളെ ഇതൊക്കെ പഠിപ്പിക്കുകയാണ്. ഒരു ചെലവും ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ പഠിപ്പിച്ചത്. അപ്പോൾ ഗുഡോട്ട് നമ്മളൊരു ഭക്ഷണത്തിന്റെ ഭാഗമായി മാറണം. അതേപോലെ തന്നെ ധാരാളം ധാന്യങ്ങൾ നമുക്കിപ്പോൾ പരിപ്പാണെങ്കിലും കടല, അതുപോലെ ചെറുപയറിന്റെ ചിൽക്ക, ഇങ്ങനെയുള്ള ധാരാളം പ്രൊഡക്റ്റുകൾ കിട്ടുന്നുണ്ട്. അരിയാണെങ്കിലും ഗോതമ്പ് മാവാണെങ്കിലും നിരവധിയായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ അങ്ങനെ കിട്ടും. ക്യൂനോവ മുതലായിട്ടുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇത് ഞാനിത് എടുത്തു പറയാനൊരു കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിതൊക്കെ മാർക്കറ്റിലും അവൈലബിൾ ആണ്. പലരും റേഷൻ കടയിൽ നിന്നും സൂപ്പർമാരുടെ ത്രിവേണി സൂപ്പർ മാർക്കറ്റ് അതുപോലെയുള്ള മാവേലി സ്റ്റോറിൽ നിന്നൊക്കെ മേടിക്കാറ്. പല ആൾക്കാരും അത് വരുന്ന സമയത്ത് അവിടെ പോയി മേടിക്കാം. പക്ഷെ ക്വാളിറ്റിയിൽ നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന ഉൽപ്പന്നത്തിനെ കടപിടിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ഇന്ന് മാർക്കറ്റിലില്ല. ഈ വിലയ്ക്കും കിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ അത്രയേറെ ക്വാളിറ്റിയാണ്. ഇത് അറിയണമെങ്കിൽ ഇത് നമ്മൾ മേടിച്ച് ഇത് ഉപയോഗിക്കുക തന്നെ വേണം. വേറെ ഒരു തരത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ആ പരിപ്പിന്റെ ക്വാളിറ്റി, അതുപോലെ തന്നെ ആ ചുവന്ന പരിപ്പ് അത് മുഴുവൻ പരിപ്പാണ്. നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന പൊളിയാണ്, പകുതിയായിട്ട് കിട്ടുള്ളൂ. അതുപോലെ ഈ ചെറുപയറിന്റെ ചിൽക്ക അതൊക്കെ നമുക്കാണത് ശരി ഇത്രയും നല്ല പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുന്നുള്ളൂ. അതുപോലെ ചന കേസരി എന്ന് പറഞ്ഞാൽ ആ കടലേന്റെ ഒരു പ്രത്യേകത. മാർക്കറ്റിൽ കറിക്കടലും കിട്ടും, പക്ഷേ നമ്മുടെ കടലേന്റെ പ്രത്യേകത അത് വേവുന്ന സമയത്ത് അതിന്റെ തോലിന്റെ കട്ടി സോഫ്റ്റ് ആവുകയാണ്. മറ്റു സാധാരണ കറിക്കടല മേടിച്ചു കഴിഞ്ഞാൽ അതിന്റെ തോല് നമ്മൾ കളയണം, നീക്കം ചെയ്യണം, അത്രയ്ക്കും ഹാർഡായിരിക്കും. പക്ഷെ ഇത് വേവുന്നതിനനുസരിച്ച് അത് സോഫ്റ്റ് ആയിട്ട് വരുന്നു, ഒരേ മേനിയിൽ ഉണ്ടാവുന്നു എന്നുള്ളത്, നല്ല ഒരേ വില ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അപ്പം ഇത്തരത്തില് വിഷവുമായും ഇല്ലാത്ത, മാത്രമല്ല ഈ പരിപ്പുകൾ കടലവർഗ്ഗങ്ങൾ മുഴുവനും മാർക്കറ്റിൽ കിട്ടുന്ന മുഴുവനും 10ഓളം മാരകമായിട്ടുള്ള കെമിക്കലുകൾ ചേർന്നിട്ടാണ്. കാരണം അതിൽ യാതൊരു തരത്തിലുള്ള കീടങ്ങളും അറ്റാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് പണ്ടൊക്കെ മേടിക്കുന്ന കടലയിലേക്കൊക്കെ ഒരു ഓട്ടയുണ്ടാവും, കുത്തുക എന്നാ പറയാം. അത്തരം പ്രശ്നങ്ങൾ ഇപ്പൊ വരുന്ന കടലയ്ക്കില്ല. കാരണം എന്താ, കടയിൽ നിന്ന് മേടിക്കുന്ന കടലയ്ക്ക് ആ ഓട്ടയില്ല. കാരണം ഇപ്പൊ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പല കെമിക്കലുകളിലും മുക്കിയിട്ടാണ് ഈ സാധനം വരുന്നത്. അപ്പൊ 10ഓളം മാരകമായിട്ടുള്ള കെമിക്കലാണ് പരിപ്പ് കടലവർഗ്ഗങ്ങൾ വരുന്നത് എന്നുള്ളത് യൂട്യൂബിൽ നിന്ന് നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും. അത് മുഴുവനും ക്യാൻസർ ഗ്യാരണ്ടി ആയിട്ട്, അതായത് സംശയമോ അല്ലെങ്കിൽ വരാൻ സാധ്യതയല്ല പറഞ്ഞാൽ ക്യാൻസർ ഗ്യാരണ്ടി എന്ന് പറയും. അപ്പൊ അതിനെ നമുക്ക് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങളെയൊക്കെ നമുക്ക് മാറിയേ പറ്റൂ. അപ്പോൾ ഇത്തരം ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ശീലമാക്കി മാറ്റുക. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് ശരിയായ രീതിയിൽ ഡൈജസ്റ്റ് ആകുന്നതിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു പ്രൊഡക്റ്റാണ് അനാർദന ഗോളി. അനാർദന ഗോളി എന്ന് പറയുന്ന ഈ ഉൽപ്പന്നം ശരിക്കും ഭക്ഷണത്തിന് ശേഷം നമ്മൾ 2-3 വായിൽ തരിച്ചിറക്കി കഴിഞ്ഞാൽ ദഹനത്തിന് സപ്പോർട്ട് ചെയ്യും. അതേപോലെ തന്നെ മറ്റൊരു ഗുണം എന്ന് പറയുന്നത് നമ്മുടെ HB കൂട്ടാൻ ഇത് വളരെയധികം സഹായിക്കും. ഏറ്റവും കൂടുതൽ ആളുകൾ പ്രശ്നമുള്ള ലേഡീസ് പ്രത്യേകിച്ചും അവർക്ക് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് HBയുടെ ഒരു കുറവെന്ന് പറയുന്നത്. ഇതിനും ഒരു 12.5 വേണമെന്ന് പറയും. പക്ഷെ 7, 8, 9, 10 ഒക്കെയാണ് മിക്കവാറും ആളുകളുടെ HB പരിശോധിക്കുന്ന സമയത്ത് കാണാൻ വേണ്ടി സാധിക്കുക. കാരണം അയൺ അടങ്ങിയ ഭക്ഷണങ്ങൾ അവർ കഴിക്കുന്നത് കുറവാണ്. ശരിയായ അളവിൽ ഒരു ദിവസം ഒരു സ്ത്രീ കഴിക്കേണ്ട ഭക്ഷണത്തിൽ ഉണ്ടായിരിക്കേണ്ട അയണിന്റെ കണ്ടന്റ് കൃത്യമായിട്ട് അവർക്ക് ഉൾപ്പെടുത്താൻ സാധിക്കുന്നില്ല. മാത്രമല്ല പീരീഡ് മന്ത്ലി ഉണ്ടാകുന്ന ആ ഒരു പ്രോസസ്സിങ്ങിലൂടെ ബ്ലഡ് നഷ്ടപ്പെടുകയും ചെയ്യുന്നു. അപ്പൊ ഇതിന്റെ ഒക്കെ ഒരു കുറവ് വലിയ രീതിയിൽ അവരെ ആരോഗ്യത്തിൽ ബാധിക്കുന്നുണ്ട്. അതിനെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് വലിയ സപ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റും കൂടിയാണ് അനാർദന ഗോളി. അപ്പൊ ദഹനത്തിന് സപ്പോർട്ട് ചെയ്യാന്നുള്ളത് മാത്രമല്ല, അല്ലെങ്കിൽ ഒരു മൗത്ത് പ്രശ്നമോ അതിന്റെ ഒരു ഉപയോഗം മാത്രമല്ല,
പിന്നെ അതുപോലെ പൈൽസ് രോഗികൾക്ക് ഇതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ബ്ലഡ് പോകുന്ന അവസ്ഥയ്ക്ക്, ടോയ്ലറ്റിലൊക്കെ പോകുന്ന സമയത്ത് ബ്ലഡ് ഒക്കെ പോകുന്ന അവസ്ഥയ്ക്ക് വളരെയധികം പെട്ടെന്ന് ആശ്വാസം കിട്ടുന്നു എന്നുള്ളതാണ് ഇത് ഉപയോഗിക്കുമ്പോൾ. അപ്പൊ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു 3 വീതം വായിട്ട് അരിച്ചെറുക്കുക എന്നുള്ളതാണ്. ഇത് ഞാനൊരു കോളേജിൽ ഒരു ക്ലാസ് എടുക്കാൻ പോയ സമയത്ത് ഒരു കുട്ടിക്ക് HIV പ്രശ്നം വന്നിങ്ങനെ പറയുന്ന സമയത്ത് ഞാനത് സജസ്റ്റ് ചെയ്തു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ എന്തെല്ലാം ചെയ്തിട്ടും എനിക്ക് എന്റെ HIV 7-ലധികം വരുന്നില്ല, 7 കൂടുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സജസ്റ്റ് ചെയ്തു. ഒരൊറ്റ മാസം ആ കുട്ടി ഇത് കഴിച്ചിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാർ ഇപ്പൊ 10 മേലെയായി എന്റെ HIV ആയിട്ട്. വളരെ സന്തോഷം. കാരണം എന്താണ്, വളരെ ചെറിയൊരു വില വരുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇത് കൊടുത്തിട്ട് അവർ ഉപയോഗിച്ചിട്ട് ഒരൊറ്റ മാസം കൊണ്ട് അവർ HIV 7-ൽ നിന്ന് 10-ലേക്ക് മാറി എന്ന് പറയുന്നത്. അപ്പം അത്രയും റിസൾട്ട് ഉണ്ട്. അതത് ഉപയോഗിക്കുക. അതിൽ ഉപയോഗിക്കുന്ന നമ്മളിപ്പോൾ അനാറെന്ന് പറയുമ്പോൾ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന അനാറല്ല കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ കാട്ടുമാതളാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. അതുപോലെ മാങ്ങയുണ്ട്, ചെറുനാരങ്ങയുണ്ട്, റോസിന്റെ സത്തുണ്ട്, ജീരകമുണ്ട്, പെരിഞ്ജീരകമുണ്ട്, ഏലക്കായ, ഉപ്പ്, കാരുപ്പ്, ചുക്ക്, കുരുമുളക്, തിപ്പല്ലി, മല്ലി, കായം, ശർക്കര ഇതൊക്കെ ചേർത്തിരിക്കുന്നു. അപ്പൊ ചെറിയൊരു പുളിയും മധുരമൊക്കെ ഉണ്ട്. അപ്പൊ ഇത് വായിലിട്ട് സാവകാശം അലിച്ചിറക്കി കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം കിട്ടും. ഇതും നമ്മുടെ ഒരു ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റണം. അതിന്റെ മറ്റു ഗുണങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അത് മറ്റൊരു പ്രൊഡക്റ്റാണ്. ഇത് നമ്മുടെ ദഹന സംബന്ധമായ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്യുന്ന മിക്കവാറും ആളുകൾ ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുള്ളതാണ്. കാരണം എന്താ, ഒന്ന് നമുക്ക് സമയത്തിന് ആഹാരം കഴിക്കാൻ പറ്റുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ഹെവി ഫുഡ് കഴിക്കുമ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് ഗ്യാസ്ട്രിക് പ്രോബ്ലം നമുക്ക് ഉണ്ടാവാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ദഹന സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കാൻ ഈ ഒരു ഹജ്മ ഗോളി വളരെയധികം നല്ലതാണ്. ഇതും ഈ പറഞ്ഞതുപോലെ വായിലിട്ട് സാവകാശം വലിച്ചെറുക്കുന്നതാണ് നല്ലത്. പെട്ടെന്ന് തന്നെ ആ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങളെയൊക്കെ മാറ്റിയെടുക്കാൻ ഇത് വളരെ നല്ലതാണ്. അതേപോലെ ഗുണമുള്ള മറ്റൊരു പ്രൊഡക്റ്റാണ് ജൽജീര. ആളുകളൊക്കെ ഇപ്പം ധാരാളം ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ വേനൽക്കാലത്ത് ഉപയോഗിക്കുന്ന സമയത്ത് എടുത്തു പറയേണ്ട ഒരു ഗുണം, നമ്മുടെ ശരീരത്തെ തണുപ്പിക്കാൻ ഇത്രയും നല്ലൊരു സാധനം വേറെയില്ല. അപ്പൊ നമ്മളൊരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു 1.5-2 സ്പൂൺ വരെ ഇത് ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇത് കഴിക്കുന്ന സമയത്ത് ശരീരം ശരിക്കും കൂളാവുന്ന നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. എത്ര ഗ്യാസ്ട്രിക് പ്രോബ്ലം ഉള്ള സമയത്താണെങ്കിലും ഒരു ഗ്ലാസ് ശരിയായ രീതിയിൽ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്നാണ് അതിലൊരു മാറ്റം ഉണ്ടാവുക. അപ്പം ഇതിൽ പുതിനയുണ്ട്, പച്ചമാങ്ങ പൊടിച്ച് ചേർത്തിട്ടുണ്ട്, അതുപോലെ ഇഞ്ചിയുണ്ട്, ചെറുനാരങ്ങ, ഇത്തരം കണ്ടന്റുകളെല്ലാം കൂടെ ചേർത്ത് തയ്യാറാക്കിയതാണ്. ഇത് നമുക്ക് ഇനിയിപ്പം മഴ തുടങ്ങിയെങ്കിലും ചൂടിന് വലിയ കുറവൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങൾക്കൊക്കെ അത് പരിഹാരമാണ്. അതേപോലെ മറ്റൊരു പ്രൊഡക്റ്റാണ് അഗ്നിസന്ദീപൻ ചൂർണം എന്ന് പറയുന്നത്. ഇത് സത്യം പറഞ്ഞാൽ പലർക്കും ഇതിന്റെ ഒരു ശരിയായ ഗുണം അറിയില്ല. കാരണം ഇതിന്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത് വിശപ്പിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പല ആളുകളും ഒരു പ്രായം കഴിഞ്ഞാൽ ആളുകൾക്ക് ഭക്ഷണം വേണ്ട. എന്താ കാരണം? വിശപ്പില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഭക്ഷണം കഴിക്കുന്നുണ്ട് 1.5 മണിക്കൂർ മുമ്പ് അഗ്നിസന്ദീപൻ ചൂർണം പൗഡർ ഇങ്ങനെ ഒരു സ്പൂൺ എടുക്കുക, സാവകാശം വായിലിട്ട് അരിച്ചെറുക്കുകയോ അല്ലെങ്കിൽ ലേശം വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കഴിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ദഹനം വിശപ്പ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതേപോലെ നെഞ്ചരിച്ചിന് പുളിച്ചതായിട്ടുള്ള മിക്കവാറും ആളുകൾ പറയുന്ന ഒരു വിഷയമാണ്. അപ്പൊ അതിനും ഇതേപോലെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വലിയ രീതിയിൽ അതിന് മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പൊടി രൂപത്തിലുള്ളതാണ്. നല്ല വായിട്ട് അലിച്ചിറക്കുകയോ അല്ലെങ്കിൽ ഒരു അല്പം വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കഴിക്കുകയോ ചെയ്യുന്നത് നല്ലതാണ്. ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ ഹിംപേട കായത്തിൽ തയ്യാറാക്കുന്നതാണ്. ചെറിയൊരു മധുരമൊക്കെ ഉണ്ട്. ഇതിൽ പറഞ്ഞതുപോലെ കുരുമുളകും തിപ്പല്ലിയും അതുപോലെ പച്ചമാങ്ങ അതുപോലെ സാധനങ്ങളൊക്കെ ചെറുനാരങ്ങ എല്ലാം ചേർക്കുന്നതിൽ തിപ്പല്ലിയൊക്കെ ഉണ്ട്. അപ്പൊ ഇത് ഭക്ഷണത്തിന് ശേഷം വായിലിട്ട് അലിച്ചിറക്കുക. ഒരു 2-3 ഗോലി പോലത്തെ രൂപത്തിലുള്ളതാണ്. അത് വായിലിട്ട് അലിച്ചിറക്കി കഴിഞ്ഞാൽ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ വളരെ പെട്ടെന്ന്, നമുക്കറിയാം ഈ കുട്ടികൾക്കൊക്കെ വയറുവേദന വരുന്ന സമയത്ത് നമ്മൾ പാൽക്കായൊക്കെ കലക്കി കൊടുക്കാറുണ്ട്. അപ്പം അതേപോലെ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ, ഗ്യാസ്ട്രിക് പ്രോബ്ലത്തിനൊക്കെ ഇത് വളരെയധികം നല്ലതാണ് പേട. അതിന്റെ ഗുണങ്ങളാണ്. പിന്നെയുള്ളത് പഞ്ചതുളസിയാണ്. പഞ്ചതുളസി ഇപ്പൊ നമുക്കറിയാം ഈ ഒരു സമയത്ത് നിർബന്ധമായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കേണ്ട ഒരു പ്രൊഡക്റ്റാണ്. കാരണം പനിയും ജലദോഷവും ഒക്കെ കഫക്കെട്ടുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഈ ഒരു സമയത്ത് ധാരാളം ആളുകൾ ഫേസ് ചെയ്യുന്നു. അതിനെ പരിഹരിക്കാൻ ഏറ്റവും നല്ല പ്രൊഡക്റ്റാണ് പഞ്ചതുളസി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 5 തരം തുളസിയുടെ സത്താണ്. നമുക്കറിയാം ഇതിൽ വന തുളസിയുണ്ട്, നിംബു തുളസിയുണ്ട്, വിഷ്ണു തുളസി, രാമതുളസി, ശ്യാം തുളസി. 5 തരത്തിലുള്ള തുളസിയുടെ സത്താണ്. അപ്പോൾ ആ സത്തായതുകൊണ്ട് തന്നെ ഉപയോഗത്തിൽ നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു 5 തുള്ളി മാത്രമേ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് നമുക്ക് ചേർക്കാൻ വേണ്ടി പാടുള്ളൂ. അതിൽ കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു 5 തുള്ളി ഒരു ഗ്ലാസ് വെള്ളത്തിൽ, അപ്പൊ ചൂടുവെള്ളത്തിൽ, പച്ചവെള്ളത്തിൽ, ചായയില്, കാപ്പിയിലൊക്കെ ചേർത്ത് നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പൊ കഫ സംബന്ധമായ പ്രശ്നങ്ങളും അൾസർ മാറാന്നുള്ളതാണ് ഉള്ളി കഴിക്കുന്ന സമയത്ത്. അതുപോലെ കുഴിനകം മാറിയിട്ടുണ്ട് ഇത് ഉപയോഗിച്ചിട്ട്. അരിമ്പാറ അടയാളം ഇല്ലാതെ മാറിയിട്ടുണ്ട്. പക്ഷെ ഇതിനൊന്നും പ്രത്യേകിച്ച് പറയുന്ന ഒരു പ്രൊഡക്റ്റ് അല്ല. പക്ഷെ എന്നാലും ഇതിന്റെ റിസൾട്ട് അങ്ങനെയാണ്. അപ്പോൾ നിരവധിയായ ഗുണങ്ങൾ. അതുപോലെ നമ്മൾ ആവി പിടിക്കുക, ജലദോഷമൊക്കെ വന്നു കഴിയുമ്പോൾ പ്രത്യേകിച്ച് മഴക്കാലമൊക്കെയാണ് ആവി പിടിക്കാറുണ്ട്. ആവി പിടിക്കുന്ന സമയത്ത് ആ വെള്ളത്തിൽ ചേർത്ത് നമുക്ക് ആവി പിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ രീതിയിലുള്ള ഗുണങ്ങളൊക്കെ ഇതുകൊണ്ടുണ്ട്. ഇത് നമ്മൾ ഈ പ്രത്യേകിച്ച് ഈ ഒരു കാലാവസ്ഥയിൽ നമുക്ക് ഉപയോഗിക്കേണ്ടത് നിർബന്ധമാണ്. അതേപോലെ മറ്റൊരു പ്രൊഡക്റ്റാണ് നമ്മുടെ ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും നമ്മുടെ ശരീരവേദനകളൊക്കെ മാറാനും അതുപോലെ ദഹന സംബന്ധമായ പ്രശ്നങ്ങളും ഇതിനൊക്കെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ സഞ്ജീവനി
ലേഹ്യം എന്ന് പറയുന്നത്. ഇതിൽ ഈ പറഞ്ഞ പോലെ നെല്ലിക്കയുണ്ട്, നിലപ്പനയുണ്ട്, കുങ്കുമപ്പൂവുണ്ട്, തേനുണ്ട്, കറുവപ്പട്ടയുടെ തൊലിയും ഇലയും ചേർത്തിരിക്കുന്നു, ഏലക്കായ, തിപ്പല്ലി, മുളയുടെ ഞെട്ട്, ശുദ്ധമായ പശു നെയ്യിൽ തയ്യാറാക്കിയിരിക്കുന്നു. അപ്പം 40ഓളം മൂലകങ്ങൾ, നാച്ചുറൽ ആയിട്ടുള്ള മൂലകങ്ങൾ ചേർത്തിട്ടുള്ള ലേഹ്യം ഈ ഒരു സമയത്ത് നമ്മൾ ശീലാക്കണം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, മഴ വന്നു, പലതരത്തിലുള്ള പനികളും ഒക്കെ വന്നു. ഡെങ്കിപ്പനി വളരെ വ്യാപകമായിട്ട് പല സ്ഥലങ്ങളിലും കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ കൊറോണയുടെ തിരിച്ചുവരവ്, കൊറോണ വന്ന സമയത്ത് ആളുകൾക്ക് പനി വന്നിട്ട് ശരീരവേദന മാറാത്ത അവസ്ഥയിൽ നമ്മുടെ ഈ ലേഹ്യം കൊടുത്തിട്ട് എത്രയോ ആളുകൾക്ക് 1-2 ദിവസം കൊണ്ട് പോലും ശരീരവേദന മാറിയ ധാരാളം റിപ്പോർട്ടുകൾ വന്നിട്ട് കിട്ടിയിട്ടുണ്ട്, റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് നമ്മൾ സജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ രാവിലെയും രാത്രിയും നമുക്കൊരു വലിയ സ്പൂണിൽ ലേഹ്യം എടുക്കുക. അത് സാവകാശം വേണം അത് കഴിക്കാനായിട്ട്. പെട്ടെന്ന് വായിലേക്കിട്ട് വിഴുങ്ങുന്ന ഒരു അവസ്ഥ വരരുത്. ഇത് കഴിച്ചിട്ട് വെള്ളം കുടിക്കുന്ന ഒരു ശീലം വേണ്ട. അപ്പൊ അത് കയ്യിലേക്ക് എടുക്കുക, എന്നിട്ട് സാവകാശം നക്കി നക്കി ഉമിനീരുമായിട്ട് ലയിപ്പിച്ച് മാത്രം ഇറക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ലേഹ്യം അങ്ങനെയാണ് കഴിക്കേണ്ടത്. ഭക്ഷണത്തിന് ശേഷമുള്ള സമയത്ത് അങ്ങനെ കഴിക്കാം. കുട്ടികൾക്കും കൊടുക്കാം, ചെറിയ അളവിൽ കുട്ടികൾക്ക് കൊടുക്കാം. മുതിർന്നവർക്ക് വലിയ സ്പൂണിന് 2 നേരമായിട്ട് കഴിക്കുന്നതിന് കുഴപ്പമില്ല. അപ്പൊ അത്തരത്തിൽ ഈ സമയത്തുണ്ടാകുന്ന കാലാവസ്ഥ മാറുമ്പോൾ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെയൊക്കെ പരിഹരിക്കുന്നതിനും, പനി വന്നാൽ ചില പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ ശരീരവേദന മാറില്ല, പനി മാറും, ശരീരവേദന മാറില്ല. അപ്പൊ അത്തരം പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഇത് കഴിക്കുന്ന സമയത്ത് വളരെ പെട്ടെന്ന് ആശ്വാസം കിട്ടും. അതേപോലെ മറ്റൊരു അനുഭവം എനിക്ക് പറയാനുള്ളത്, ഈ പ്രൊഡക്റ്റിനെ പറ്റി പറയുമ്പോൾ എപ്പോഴും ഞാൻ പറയുന്നതാണ്, വയനാട് സ്വദേശിയായിട്ടുള്ള ഒരാൾ ഇത് ഉപയോഗിച്ചിട്ട് എത്രയോ വർഷങ്ങളായിട്ട് നിൽക്കാത്ത ചുമയുണ്ടായിരുന്നു അദ്ദേഹത്തിന്. അത് ഒരു പുഴയിലിറങ്ങി കുളിച്ച സമയത്ത് പെട്ടെന്ന് അങ്ങനെ ഉണ്ടായ ചുമയാണ്. പല മരുന്നുകൾ കഴിച്ചിട്ടും മാറാത്ത ചുമ നമ്മുടെ ഈ ഒരു ലേഹ്യം ഒരൊറ്റ ബോട്ടിൽ കഴിച്ചപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് പിന്നീട് ആ ചുമയെ ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. അതിനൊരു വീഡിയോ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു, മൊബൈലിൽ അത് കിടപ്പുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ധാരാളം. അപ്പം നിൽക്കാത്ത ചുമ, കഫ സംബന്ധമായ പ്രശ്നങ്ങൾ, ഇത്തരത്തിലുള്ള ശരീരവേദനകൾ, പനി, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ നല്ലതാണ്. ഇമ്മ്യൂണിറ്റി ഒരു ബൂസ്റ്ററായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഒരു നല്ലൊരു ലേഹ്യമാണിത്. അതേപോലെ തന്നെ മക്കളില്ലാത്തവർക്ക്, കുട്ടികൾ ധാരാളം ആളുകൾ അങ്ങനെ കഷ്ടപ്പെടുന്നുണ്ട്, കല്യാണം കഴിഞ്ഞ് വർഷങ്ങളായി മക്കളില്ല, അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് കൊടുത്തിട്ട് ധാരാളം പേർക്ക് അതിന്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് മാത്രമല്ല, അതിന്റെ കൂടെ പ്രോട്ടീൻ പൗഡർ കൊടുക്കണം. ആണുങ്ങൾ മെൻ ടാബ്ലറ്റ് കഴിക്കണം, സ്ത്രീകൾ അതിന്റെ വുമൻ ടാബ്ലറ്റ് കഴിക്കുക, വെജ് ഒമേഗ ഇതൊക്കെ കഴിക്കണം. അതിന്റെ കൂടെ 2 പേരും കൃത്യമായിട്ട് ലേഹ്യം കൂടി 2 നേരം വീതം കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് ഇത്തരത്തെ റിസൾട്ടുകൾ ധാരാളം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. അതിന് പറ്റുന്നത് പുറത്താണ്. പിന്നെ ഈ ഒരു സമയത്ത് ഇത് നിർബന്ധമായിട്ട് കാണിക്കാൻ കാരണം കൊതുക്. അപ്പോ ഈ ഒരു സമയത്ത് നമുക്കറിയാം കൊതുക് അല്ലാതെ ഉള്ള സമയമാണ്. നല്ല മഴ പിടിച്ചല്ലെങ്കിൽ കൊതുക് പോകും. അതിന് അല്ലാത്ത സമയത്തൊക്കെ നല്ലപോലെ കൊതുകിന്റെ ശല്യം നമുക്ക് ഉണ്ടാകുന്നുണ്ട്. പലതരത്തിലുള്ള കൊതുക് തിരികളൊക്കെ നമുക്ക് ലഭിക്കുന്നു. എങ്കിലും നമുക്ക് ഇത്രയും വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കൊതുക് തിരി എന്റെ അനുഭവത്തിൽ വേറൊരു ഞാൻ കണ്ടിട്ടുള്ളൂ, എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ ഇത് ആര്യവേപ്പിന്റെ എണ്ണയും ഇലയും ഇഞ്ചി പോൽ തൈലവും ഒക്കെ ചേർത്തുണ്ടാക്കുന്നതാണ്. കൊതുകിനെ കൊല്ലാൻ ഉപയോഗിക്കുന്ന ഏതൊരു സാധനവും മനുഷ്യനെയും സാവകാശം കൊല്ലുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമൊന്നുമില്ല. അപ്പോൾ രണ്ട് സൈസ് ആയതുകൊണ്ട് കുറച്ച് സമയം എടുക്കുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതിന്റെ പുക ശ്വസിക്കുന്നതുകൊണ്ട് നമുക്ക് യാതൊരു ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളും ഇല്ല. കാരണം ഇത് 100% ഹെർബലാണ്. മാത്രമല്ല ആര്യവേപ്പിന്റെ എണ്ണയൊക്കെയാണ് ഇത് വേപ്പെണ്ണയാണ് ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അത് ശ്വസിക്കുന്നതുകൊണ്ട് വേറെ യാതൊരു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഇത് ഞാൻ പലർക്കും കൊടുക്കുമ്പോൾ ആളുകൾ പറയും, അയ്യോ ചന്ദനത്തിരി എനിക്ക് ഉപയോഗിക്കാൻ പാടില്ല, എനിക്ക് ഭയങ്കര അലർജി പ്രശ്നങ്ങളുണ്ട്, എനിക്ക് ഒരു ചന്ദനത്തിരിന്റെ സ്മെല്ല് പറ്റില്ല, പ്രശ്നമാണ്. പക്ഷെ അങ്ങനെയുള്ളവർക്ക് ഞാൻ പറയും, ഇത് കൊണ്ട് ഉപയോഗിച്ച് നോക്കുക, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. അങ്ങനെ പറഞ്ഞു കൊടുത്തവർക്ക്, മറ്റ് ചന്ദനത്തിരികളൊന്നും ഉപയോഗിക്കാൻ പറ്റാത്തവർക്കും ഇത് കൊടുത്തിട്ട് യാതൊരു കുഴപ്പമില്ലാതെ സ്ഥിരമായിട്ട് അവർ ഉപയോഗിക്കുന്നുള്ളതാണ്. അപ്പം ഈ സമയത്തുള്ള കൊതുക് ശല്യത്തിനൊക്കെ മാറ്റാനായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. പിന്നെയുള്ളത് നമ്മുടെ ഗ്രീൻ ടീ ആണ്. ഗ്രീൻ ടീ ആരോഗ്യത്തിന് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് ഇതൊരു ആന്റി ഓക്സിഡന്റ് ആണ്. ഗ്രീൻ ടീ എന്ന് പറയുമ്പോൾ ആന്റി ഓക്സിഡന്റ് ആണ്, ഓക്സിഡേഷനെ തടയുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പൊ അതിൽ സാധാരണ നമുക്ക് കിട്ടുന്ന ഗ്രീൻ ടീ അല്ല കേട്ടോ ഇത്. സാധാരണ ഗ്രീൻ ടീ എന്ന് പറയുമ്പോൾ ഇലകൾ, നമ്മുടെ തേയിലയുടെ ഇല കുറച്ച് വലുപ്പത്തിൽ ഇങ്ങനെ കഷ്ണങ്ങളായിട്ട് ഇല വെള്ളത്തിൽ വെന്ത് കഴിയുമ്പോഴത്തേക്ക് ആ രീതിയിലൊക്കെ കാണാൻ വേണ്ടി പറ്റും. പക്ഷെ ഇത് പൗഡർ രൂപത്തിലാണ്. അപ്പം ഇതിൽ വേറെ കുറച്ച് മൂലകങ്ങളൂടെ ചേർത്തിട്ടുണ്ട്. ഇഞ്ചിയുണ്ട്, അതുപോലെ തന്നെ കുരുമുളകുണ്ട്, പിന്നെ പുതിന, ഇങ്ങനെ കുറച്ച് ഹെർബൽ കണ്ടന്റുകളോട് ചേർത്ത് പൗഡർ ഫോം ആക്കിയിരിക്കുകയാണ്. ഓരോ സാഷേ ആയിട്ട് എടുക്കുക. ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിലേക്ക് ഒരു സാഷേ പൊടി കട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് നിമിഷ നേരം കൊണ്ട് തയ്യാറാക്കി എടുക്കാവുന്ന രീതിയിലാണ് ഇത് തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. അപ്പം ഇതിന്റെ ഒരു ഉപയോഗത്തിലൂടെ നമുക്ക് അറിയാം, അവർ യാത്രയൊക്കെ ചെയ്ത് നമ്മളൊരു പുറത്ത് ഒക്കെ പോയി വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ അല്പം ആയിട്ടാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സമയത്ത് നമുക്ക് ഇത് ഉടനെ ഒരു ഗ്ലാസ് കുടിക്കുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഒരു ഫ്രഷ്നെസ് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. പെട്ടെന്ന് നമുക്കൊരു ആ മൂഡൊക്കെ ഒന്ന് ക്ലിയർ ആവാനായിട്ടൊക്കെ ഇത് സഹായിക്കുന്ന പ്രൊഡക്റ്റാണ് ഗ്രീൻ ടീ. അപ്പൊ ഇത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ശീലാക്കാം. പിന്നെ ക്വിനോവ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതിന്റെ ഗുണം പറഞ്ഞാൽ തീരാത്ത ഗുണങ്ങളാണ്. കാരണം ഷുഗർ പേഷ്യൻസ് ആയിട്ടുള്ള ആളുകൾക്ക് പലരും അരിയാഹാരമൊക്കെ ഒഴിവാക്കി ഗോതമ്പിലേക്ക് മാറും. പക്ഷെ ആ ഗോതമ്പിന്റെ ചപ്പാത്തി ആണെങ്കിലും മറ്റുള്ള ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന മറ്റെന്താണെങ്കിലും അതിന്റെ എണ്ണം കൂടുതൽ കഴിക്കുമ്പോൾ ഷുഗറിന് യാതൊരു കുറവും ഉണ്ടാവുന്നില്ല എന്നതാണ്. പക്ഷെ
അത്തരത്തിൽ ആളുകളൊക്കെ രാത്രി ഭക്ഷണം ഈ ക്വിനോവയിലേക്ക് മാറിയ സമയത്ത് വലിയ രീതിയിൽ അത്ഭുതകരമായിട്ടുള്ള റിസൾട്ടാണ് വരുന്നത്. അതുപോലെ ഫാറ്റ് അമിതമായിട്ട് കൊഴുപ്പുള്ളവർ, അതുപോലെ അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവരൊക്കെ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് രാത്രി കഞ്ഞിയായിട്ട് കുടിക്കുന്നവരുണ്ട്, ഉപ്പുമാവാക്കി കഴിക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ ഇത് പൊടിച്ച് ദോശയൊക്കെ ആയിട്ട് ഏത് രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. എന്താണെങ്കിലും ഇതിന്റെ ഉപയോഗത്തിലൂടെ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെയൊക്കെ നമുക്ക് പരിഹരിക്കാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും നല്ല ഒരു പ്രൊഡക്റ്റാണ് ക്വിനോവ. വിവിധ തരത്തിൽ അതിനെ കൊണ്ട് നമുക്ക് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി ഉപയോഗിക്കാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു പ്രൊഡക്റ്റാണ് ഗിലോയ് തുളസി എന്ന് പറയുന്നത്. ഗിലോയ് തുളസി എന്ന് പറയുമ്പോൾ ഒന്ന് ഗിലോയ് ചിറ്റമൃതാണ്, പിന്നെ തുളസി സത്ത് രണ്ടും കൂടി ചേരുന്നതാണ്. വളരെയധികം നമ്മുടെ ഇമ്മ്യൂണിറ്റി ആയിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ ഇതിന്റെ മറ്റ് ചില ഉപയോഗങ്ങൾ എന്ന് പറയുമ്പം പ്രത്യേകിച്ച് യൂറിക് ആസിഡിന്റെ പ്രശ്നമുള്ളവർക്ക് ഇത് ഉപയോഗിക്കുമ്പോൾ വളരെയധികം പെട്ടെന്ന് ആശ്വാസം ഉണ്ടാകുന്നു. കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങൾ, അതായത് ടോയ്ലറ്റിലൊക്കെ നമ്മൾ മൂത്രമൊഴിക്കുന്ന സമയത്ത് ആ വെള്ളത്തിൽ ഇങ്ങനെ പത പോലെ വരുന്ന ഒരു അവസ്ഥ വരും. അതായത് നെഫ്രോൺസ് വീക്ക് ആയി കഴിയുമ്പോഴത്തേക്കും പ്രോട്ടീൻ ഔട്ട് ആവുന്ന രീതിയാണത്. അങ്ങനെയൊക്കെ കണ്ടുവരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കിഡ്നിയുടെ പ്രവർത്തനം തകരാറിലായി തുടങ്ങി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ആ ഒരു സിറ്റുവേഷനിലൊക്കെ നമുക്ക് ഗിലോയ് തുളസി ഒരു 30 മില്ലി ഒരു ഗ്ലാസ് വെള്ളത്തിൽ എന്നുള്ള അനുപാതത്തിൽ ചേർത്ത് 2 നേരമായിട്ട് കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. പത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നതാണ് ഗിലോയ് തുളസി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ദഹന പ്രക്രിയ ഇത് സുഗമമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ശരീരത്തിന്റെ വീക്കം ആന്റി ഇൻഫ്ലമേറ്ററി ഏജന്റ് ആണ്. പനി, ജലദോഷം എന്നിവ നമുക്ക് പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കുന്നു. പ്രമേഹം നിയന്ത്രിക്കുന്നുണ്ട്, അകാല വാർദ്ധക്യം തടയുന്നു, കരളിനെയും ഹൃദയത്തെയും സംരക്ഷിക്കുന്നു, സംക്രമണം സുഗമമാക്കുന്നു, ഹീമോഗ്ലോബിന്റെ അളവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു, ചർമ്മത്തിന് ആരോഗ്യം തരുന്നു. അങ്ങനെ നിരവധി മഞ്ഞപ്പിത്ത സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇതിനൊക്കെ ഇത് ഒരു പരിഹാരമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. നമ്മൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ 30 മില്ലി എന്നുള്ള അനുപാതത്തിൽ ചേർത്ത് കഴിക്കുമ്പോൾ ഈ ഗുണങ്ങൾ നമുക്ക് ലഭിക്കുന്നു. അതേപോലെ മറ്റൊരു പ്രൊഡക്റ്റാണ് അലോവേര ജ്യൂസ്. 35ഓളം രോഗങ്ങൾക്ക് മരുന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് അലോവേര ജ്യൂസ്. പ്രത്യേകിച്ച് സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, മൂത്രാശയ സംബന്ധമായ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ വൈറ്റ് ഡിസ്ചാർജ് പോലെയുള്ള പ്രശ്നങ്ങൾ, ഇതിനൊക്കെ ഒരു 30 മില്ലി ഇത് ഉപയോഗിക്കുന്നുണ്ടാണ്. അതുപോലെ മലബന്ധം, രാത്രിയൊക്കെ കിടക്കുന്നതിന് മുമ്പായിട്ട്, ഭക്ഷണം കഴിച്ചിട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് ഒരു 30 മില്ലി കഴിച്ചിട്ട് കിടക്കുകയാണെങ്കിൽ നല്ല ശോധന കിട്ടുന്നു. അതുപോലെ വയറിലുണ്ടാകുന്ന മറ്റ് പ്രശ്നങ്ങളോ അൾസർ പോലത്തെ പ്രശ്നങ്ങൾക്ക് മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ നിരവധിയായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് അലോവേര ജ്യൂസ്. പിന്നെ ഇത് നമ്മൾ ഉപയോഗിക്കുന്ന ചില ഡ്രിങ്കുകളാണ്. അപ്പം സ്ക്രഞ്ച്, മാംഗോ, ഓറഞ്ച് പോലെയുള്ള സാധനങ്ങൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, മഴ പെയ്യുന്നുണ്ടെങ്കിലും ചൂടിന് യാതൊരു കുറവൊന്നുമില്ല. അങ്ങനെ ശക്തമായ മഴ പെയ്യുമ്പോൾ മാത്രമേ നമുക്കൊരു ആശ്വാസമുള്ളൂ. അപ്പോൾ ആ സമയത്ത് നമ്മൾ പലതരത്തിലുള്ള വെള്ളങ്ങൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ അതിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ് ഇതൊക്കെ. അതുപോലെ റോസ് സർബത്ത് ആണെങ്കിലും റോസിന്റെ, അതുപോലെ ചായ് മസാല വളരെ ഒരു നല്ലൊരു പ്രൊഡക്റ്റാണ്. ആളുകൾ അത്ര കൂടുതലായിട്ട് ഉപയോഗിക്കാത്ത ഒരു പ്രൊഡക്റ്റാണെന്ന് എനിക്ക് തോന്നുന്നു ചായ് മസാല. നമ്മൾ ഈ പനിയൊക്കെ വരുന്ന സമയത്ത് ചുക്ക് കാപ്പി ഉണ്ടാക്കാറുണ്ട് അല്ലേ? അപ്പോൾ അതിന് പല സാധനങ്ങൾ അന്വേഷിച്ച് പിടിച്ച് പോകണം. അതൊന്നും വേണ്ട. നമ്മുടെ കാപ്പിയിലാണെങ്കിലും ചായയിലാണെങ്കിലും എടുക്കുക. ഒരു ഗ്ലാസ്സിലേക്ക് നമുക്ക് കുറച്ച് അല്പം പൊടി ഇത് ചേർത്തിട്ട് കഴിക്കുമ്പോൾ സെയിം എഫക്റ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. വേണമെങ്കിൽ ഒരു പഞ്ചതുളസിയിൽ ഒരു 5 തുള്ളിയും കൂടെ അതിലേക്ക് ഉറ്റിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ ഈ പറയുന്ന പോലെ ചുക്ക് കഷായം കഴിക്കുന്നതിന് തുല്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റ് കൂടിയാണ്. ചായയിലൊക്കെ ചേർത്ത് കഴിക്കും. നോർത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിന്റെയൊക്കെ ചായ മസാല നമ്മൾ ധാരാളം കിട്ടാറുണ്ട്. ഇത് ഇത്തരത്തിലുള്ള ആരോഗ്യം, ഇതും ഈ പറഞ്ഞ പോലെ ഒരു ക്ഷീണമായിട്ട് ഒരു യാത്രയൊക്കെ ചെയ്ത് ക്ഷീണം പിടിച്ചിരുന്ന സമയത്ത് പെട്ടെന്ന് ഫ്രഷ് ആവാനും ഒക്കെ ഇത് വളരെയധികം നല്ലതാണ് ഇങ്ങനെ ചായ കുടിക്കുമ്പോൾ. രാത്രി കാലങ്ങളിൽ ഈ ചായ് മസാല ചേർത്ത് കഴിക്കുന്ന സമയത്ത് നമുക്ക് ഫാറ്റിനെ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതും കൂടെ ഒരു വിവരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഇത് ചോക്കോലിക്ക്, അതുപോലെ കുറച്ച് കോൺഫ്ലാക്ട്, ജാം, അങ്ങനെയുള്ള കുറച്ച് പ്രൊഡക്റ്റ്. പിന്നെ കൂടുതൽ അതിനെപ്പറ്റി പറയേണ്ട കാര്യമില്ല. എനർജി വിറ്റ ഇത് നല്ലൊരു പ്രൊഡക്റ്റാണ്. പ്രത്യേകിച്ച് കുട്ടികൾ ഇപ്പോൾ സ്കൂൾ വിട്ടൊക്കെ വരുന്ന സമയത്ത് വൈകുന്നേരങ്ങളിൽ ചായ കാപ്പിയൊക്കെ കൊടുക്കുന്നതിന് പകരമായിട്ട് നമുക്കിത് കൊടുക്കുകയാണെങ്കിൽ ഇത് വളരെയധികം നല്ലതാണ്. കൊക്കോവ, ബാർലി, അതുപോലെ തന്നെ മിൽക്ക്, ഇതൊക്കെ ചേർത്ത് തയ്യാറാക്കിയ ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ. പിന്നെ വൈറ്റമിൻ സി ഉണ്ട്, വൈറ്റമിൻ എ ഉണ്ട്, കോപ്പർ ഉണ്ട്, സിങ്ക് ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ എല്ലിന് ബലം കിട്ടാനൊക്കെ ഇത് സഹായിക്കുന്നു. അപ്പം ചായ കാപ്പി ഒക്കെ പകരമായിട്ട് മുതിർന്നവർക്കും കഴിക്കാം. ധാരാളം ആളുകൾ ഇതിപ്പം നമുക്കറിയാം, ഇതിനൊക്കെ പകരമായിട്ട് ഹോർലിക്സ്, ബൂസ്റ്റ് പോലെയുള്ള ഒരുപാട് ഉൽപ്പന്നങ്ങൾ നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാണ്. പക്ഷെ അതിന്റെ എന്താ പറയേണ്ടത്, പരസ്യവാചകങ്ങളിൽ പറയുന്ന കാര്യങ്ങളൊന്നും അതിന് ഇല്ല എന്നുള്ളതാണ്. അതനുസരിച്ചിട്ട് നോക്കുമ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിന്റെ ഒരു ക്വാളിറ്റി പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അപ്പൊ ഇതൊരു ശീലമാക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റ്. അതുപോലെ തന്നെ മറ്റൊരു പ്രൊഡക്റ്റാണ് ജോയ് ബൈറ്റ് എനർജി ബാർ. ഇത് ചോക്ലേറ്റുമായിട്ടാണ് ആളുകൾ കമ്പയർ ചെയ്യുന്നത്. ഒരു കാരണവശാലും ചോക്ലേറ്റുമായിട്ട് ഇതിനെ കമ്പയർ ചെയ്യരുത്. കാരണം ഇത് ചോക്ലേറ്റ് അല്ല. അതുകൊണ്ട് തന്നെ ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സാധനങ്ങൾ മിക്കവാറും എന്താണ്, ഒരല്പം കൊക്കോ പൊടി ഉണ്ടാവും, അതിന് ബാക്കി മൈദയും കുറച്ച് മധുരവും കൂടെ ചേർന്ന്, പഞ്ചസാരയും ചേർത്ത് വരുന്ന സാധനമാണ് ചോക്ലേറ്റ് ആയിട്ട് വരുന്നത്.
അത് ഗുണത്തെക്കാളേറെ ദോഷമാണ് ചെയ്തത്. സത്യത്തിൽ ചോക്ലേറ്റ് എന്ന് പറയുന്ന ഒരു പെട്ടെന്ന് ഒരു നമ്മുടെ മൂഡ് ചേഞ്ച് ചെയ്യാനും അതുപോലെ ടയർഡ്നെസ് ക്ഷീണം മാറ്റാനും ഒക്കെ നല്ലതാണ്. പക്ഷെ അങ്ങനത്തെ നല്ല ചോക്ലേറ്റ് അല്ല നമുക്ക് കിട്ടുന്നത്. പക്ഷെ ഈ ഒരു എനർജി ബാറിൽ നമുക്ക് ഇതില് നിരവധിയായ കണ്ടന്റുകൾ ഇതിലുണ്ട്. ശരീരത്തിന് ഏറ്റവും കൂടുതൽ ഗുണമുള്ള കസ്കസ് വരെയുള്ള ആ ഉൽപ്പന്നങ്ങൾ ഇത് ചേർത്തതുകൊണ്ട് തന്നെ ടേസ്റ്റിയാണ്, ഒപ്പം ഹെൽത്തി കൂടിയാണ്. കഴിക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ കഴിക്കേണ്ടതിന് ഒരു ചെറിയ കാര്യങ്ങൾ ട്രെയിനിങ് കൊടുക്കണമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ചെറിയ ഒരു പീസ് എടുത്ത് വായിലിട്ട് സാവകാശം ചവച്ചരച്ച് കഴിക്കുകയാണെങ്കിൽ ഈ ഒരൊറ്റൊരു ബാറും ഒരു എനർജി നമ്മൾ റീഫ്രഷ് ഒരെണ്ണം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഒരു 3-4 മണിക്കൂർ നേരത്തേക്ക് ഭക്ഷണത്തെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. പുറത്തേക്കൊക്കെ പോയി യാത്രയൊക്കെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രോഗ്രാമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇതുപോലെ യാത്രയൊക്കെ ചെയ്യേണ്ടി വരുന്ന സമയത്ത് ഭക്ഷണം ഇല്ലെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റും ഇത്തരം ഉൽപ്പന്നങ്ങൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ. അപ്പൊ അത്തരത്തിൽ എനർജി തരാൻ പറ്റുന്ന ഒരു എനർജി ബാറാണ്. അതുപോലെ സ്വാൻപപ്പിടി നമുക്ക് മാർക്കറ്റിൽ ധാരാളം ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടെങ്കിലും ഇത് ട്രഡീഷണൽ ആയിട്ട് നമ്മുടെ കമ്പനിയിൽ ഉണ്ടാക്കുന്ന നമുക്ക് നേരിട്ട് കാണാവുന്നതാണ്. ഇത്രയും ശുദ്ധതയോടുകൂടി ഒന്ന് നമ്മുടെ തവിടനെ തയ്യാറാക്കിയത്, മറ്റൊന്ന് നെയ്യിൽ തയ്യാറാക്കിയതാണ്. അസാധ്യ ടേസ്റ്റിയാണ്. ഈ ഉൽപ്പന്നങ്ങളൊക്കെ കഴിക്കാൻ നമുക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടൊന്നുമല്ല പല ആൾക്കാർ ഇതൊക്കെ മാറ്റി വെക്കുന്നത്. കാരണം എന്താ, മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നതിന്റെ ആ ഒരു പ്യൂരിറ്റി എത്രമാത്രം ഉണ്ടെന്ന് നമുക്കറിയാം. അത് പേടിച്ചിട്ട് തന്നെയാണ്. കാരണം അതിൽ അത്രമാത്രം ശരീരത്തിന് ഹാനികരമായ വസ്തുക്കൾ ചേരുന്നു എന്നുള്ള പേടികൊണ്ട് തന്നെയാണ് ആളുകൾ ഉപയോഗിക്കാത്തത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ധൈര്യത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ്. നമ്മുടെ ബിസ്ക്കറ്റുകളാണെങ്കിൽ ഫൈബർ റിച്ച് ബിസ്ക്കറ്റ്, അതുപോലെ തന്നെ ജീര ബിസ്ക്കറ്റ്, ഈ ബിസ്ക്കറ്റുകളൊക്കെ നമ്മൾ ശരിക്കും ഈ ബിസ്ക്കറ്റുകളൊക്കെ മാർക്കറ്റിൽ കിട്ടുന്ന ബിസ്ക്കറ്റുമായിട്ട് നമ്മളൊന്ന് കമ്പയർ ചെയ്യാൻ വെച്ചാൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒന്ന് ഇട്ട് നോക്കിയാൽ തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതിൽ വെള്ളത്തിൽ എത്ര സമയം കിടന്നാലും മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന ബിസ്ക്കറ്റ് വെള്ളത്തിൽ അലിയുന്നില്ല. അതിങ്ങനെ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ കിടക്കുക. പക്ഷെ നമ്മുടെ ബിസ്ക്കറ്റ് കുറച്ച് സമയം വെള്ളത്തിൽ കിടക്കുമ്പോൾ തന്നെ അത് വെള്ളത്തിൽ പരിപൂർണ്ണമായിട്ട് ഇങ്ങനെ അലിഞ്ഞു ചേരുന്നു എന്നുള്ളതാണ്. അപ്പം ഇത്തരത്തിലുള്ള ബിസ്ക്കറ്റ് ഉള്ളിലേക്ക് കഴിക്കുമ്പോൾ നമ്മുടെ ഡൈജഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ ഒരു സിഗ്നലാണ് തരുന്നത്. മറ്റുള്ളത് മൈദയിൽ തയ്യാറാക്കുന്നു, അത് ദഹിക്കില്ല. കുട്ടികൾക്കൊക്കെ കൊടുത്താൽ പിന്നെ അവർക്ക് പിന്നെ വേറൊരു ഭക്ഷണം വേണ്ട. അതേപോലെ ബിസ്ക്കറ്റ് കഴിക്കുന്നതിന്റെ എണ്ണം പോലും അതിന്റെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് ഒന്നും ഒരാൾ ഒറ്റയ്ക്കിരുന്ന് കഴിക്കേണ്ടതല്ല. 2 ബിസ്ക്കറ്റ് അതിൽ കൂടുതൽ കഴിക്കാൻ വേണ്ടി പാടില്ല. പക്ഷെ ആളുകൾ കിട്ടുന്ന ബിസ്ക്കറ്റ് ഒരു പാക്കറ്റ് കണക്കിനാണ് കഴിക്കുന്നത്. അപ്പൊ അത്രയും കൂടുതൽ കഴിക്കാൻ വേണ്ടി പാടില്ല. ഓക്കെ, അത്തരത്തിലുള്ള ബിസ്ക്കറ്റുകൾ, പലതരത്തിലുള്ള ബിസ്ക്കറ്റുകൾ, മിക്സറുകൾ, ഭുജിയ പോലെയുള്ള ഉൽപ്പന്നങ്ങളെ പറ്റി ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഏതായാലും ഇങ്ങനെ കുറച്ച് ഉൽപ്പന്നങ്ങൾ, ആട്ട, അതുപോലെ പപ്പടങ്ങളാണെങ്കിലും. രസോയി തടുക്ക ഇതൊരു നല്ലൊരു മസാലക്കൂട്ടാണ് കേട്ടോ. പല ആളുകളും ഇത് അധികം ഉപയോഗിച്ചിട്ടില്ല. ഗരം മസാല ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ രസോയി തടുക്ക അധികം ഉപയോഗിച്ചിട്ടില്ല. അടിപൊളിയാണ് ഇത്. നമ്മൾ മസാല കറികളൊക്കെ വെക്കുന്നത്, പച്ചക്കറി ആയിക്കോട്ടെ അല്ലെങ്കിൽ കടല കറി വെക്കുന്ന സമയത്ത്, ഇറച്ചിയൊക്കെ കറി വെക്കുന്ന സമയത്തൊക്കെ ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ്. വളരെ നല്ല ടേസ്റ്റാണ്. വളരെ കുറഞ്ഞ അളവിൽ മാത്രം മതി എന്നുള്ളതാണ്. കുറച്ച് ചേർത്താൽ മതി. ഇതുകൊണ്ടില്ലേ ഈ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ ഇത്തരം കറികളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത്, ചന മസാല ഉണ്ടാക്കുന്ന സമയത്ത്, സാമ്പാർ ഉണ്ടാക്കുന്ന സമയത്ത്, ഗരം മസാല, രജ്മ കറി ഉണ്ടാക്കുന്ന സമയത്ത്, അങ്ങനെയുള്ള ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. നല്ല ടേസ്റ്റാണ്, അത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. പിന്നെ കെച്ചപ്പ്, ടൊമാറ്റോ കെച്ചപ്പൊക്കെ, ടൊമാറ്റോന്റെ ഒക്കെ കെച്ചപ്പൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ കണ്ട, മാർക്കറ്റിൽ കിട്ടുന്നതൊക്കെ ഉണ്ടാക്കുന്നത് കണ്ട ജീവിതത്തിൽ ഈ സാധനം കൈകൊണ്ട് വെക്കുക. പക്ഷെ നമുക്ക് നമ്മുടെ ഭാഗ്യം എന്ന് പറയാം, ഈ ഉൽപ്പന്നമൊക്കെ നമുക്ക് കിട്ടുന്നത് അത്രയധികം ക്വാളിറ്റിയിലാണെന്നുള്ളതാണ്. അപ്പോൾ ഈ കെച്ചപ്പ് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഒരു പ്രൊഡക്റ്റാണ് നമുക്കിപ്പോൾ ഈ സമീപകാലത്ത് വന്ന ഒരു പ്രൊഡക്റ്റാണ്, നല്ല റിസൾട്ട് ഉള്ള ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ മധുസേരസ് എന്ന് പറയുന്നത്. ധാരാളം ക്ലാസ് ഇതിനെ പറ്റി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതലായിട്ട് ഡീറ്റെയിലേക്ക് ഞാൻ അതിൽ പോകുന്നില്ല. ഡയബറ്റിക് പേഷ്യൻസ് ഏറ്റവും കൂടുതലുള്ള ഒരു നാട് നമുക്ക് പറയാനായിട്ട് പറ്റും നമ്മുടെ കേരളം തന്നെയാണ്. സാക്ഷരതയിലെ നമ്പർ 1 എന്ന് പറയുന്ന പോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന ആളുകളുടെ എണ്ണം നോക്കിയാൽ ഏറ്റവും കൂടുതലുള്ളത് കേരളത്തിൽ തന്നെയാണ്. അതിൽ ഡയബറ്റിക്കിന്റെ തലസ്ഥാനമായിട്ടാണ് കേരളത്തിൽ കണക്ക് കൂട്ടുന്നത്. അപ്പോൾ ഇന്ന് നിരവധിയായ മരുന്നുകൾ അതിനുണ്ടെങ്കിലും പല മരുന്നുകളും നിരോധിച്ച മരുന്നുകൾ പോലുമാണ് ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആ ഒരു പ്രശ്നത്തിന് വലിയൊരു പരിഹാരമാണ് നമുക്ക് ഈ മധുസേരസ് എന്ന് പറയുന്നത്. പ്രകൃതിദത്തമായിട്ട് ചില ഉൽപ്പന്നങ്ങൾ നമുക്കറിയാം. ഞാവൽപ്പഴം നമുക്കറിയാവുന്നതാണ്, പാവക്ക, അതുപോലെ തന്നെ ഉലുവ, കറ്റാർവാഴ, നെല്ലിക്ക, വേങ്ങ, കടുകരോഹിണി, ചിറ്റാമൃത്, കരിയാത്ത, കൂവളം, തുളസി, ചക്കരക്കൊല്ലി മുതലായിട്ടുള്ള സാധനങ്ങൾ ചേർത്തിട്ടുള്ള ഈ ഒരു അമൂല്യമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ശരിക്ക് ഡയബറ്റിക് പേഷ്യൻസ് ശരിയായ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ 1 മാസം കൊണ്ട് പോലും ആളുകൾക്ക് റിസൾട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് ആളുകൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോ ഇതൊരു കഷായാണെന്ന് മനസ്സിലാക്കി കുടിക്കണം കേട്ടോ. പല ആൾക്കാരും ഇത് കഴിച്ചിട്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, സാധനമൊക്കെ ഷുഗറൊക്കെ കുറഞ്ഞു, പക്ഷെ അതിന്റെ ടേസ്റ്റ്. അപ്പോ എന്താണ് ഷുഗർ വരാൻ കാരണം? പലതും ടേസ്റ്റോട് കൂടി അമിതമായി കഴിച്ചില്ലാത്ത രോഗങ്ങൾ മുഴുവൻ വരുത്തി വെച്ചിട്ട് അവസാനം അതിന് കഴിക്കുന്ന മരുന്നിനും ടേസ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? അതുകൊണ്ട് ടേസ്റ്റ് പ്രതീക്ഷിക്കേണ്ട, ഇത് അസുഖം മാറ്റിയെടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ കഴിക്കുക. ഇതൊരു കഷായമാണെന്ന് മനസ്സിലാക്കി തന്നെ കഴിക്കുക. ഇതൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റും കൂടിയാണ്. നമ്മുടെ മെറ്റബോളിസം കറക്റ്റ് ചെയ്യാനൊക്കെ ഇത് സഹായിക്കുന്നു. ഷുഗറിന് വേണ്ടി മാത്രം എന്നുള്ളതല്ല, ആ രീതിയിലും ഉപയോഗിക്കാൻ വേണ്ടി പറ്റും.
അപ്പോൾ അങ്ങനെ ഒരു മതിശയ രസം നമുക്ക് കിട്ടിയിരിക്കുന്നു. പിന്നെ തുളസി പിന്നെ പറ്റി ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. പിന്നെ നമുക്ക് ഇപ്പോൾ സ്കൂൾ തുറക്കുകയാണ്, അല്ലെ? ഇപ്പൊ നാളെ മുതൽ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ഉൽപ്പന്നങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം. കുട്ടികൾക്ക് വേണ്ട അടിപൊളി ഡ്രസ്സുകൾ കേട്ടോ, ചെറിയ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഡ്രസ്സുകൾ ഇതാ പലതരത്തിലുള്ള, ഞാൻ സ്പീഡിൽ പോവാണ്, കുട്ടികൾക്ക് വേണ്ടി. പിന്നെ സ്കൂൾ ബാഗുകൾ, പലതരത്തിലുള്ള ബാഗുകൾ. ഇതിലിപ്പോൾ കൊടുത്തിരിക്കുന്ന ഒരുപക്ഷെ വില കാര്യങ്ങളൊക്കെ വ്യത്യാസം വന്നിരിക്കാം, പക്ഷെ എന്നാലും ഞാൻ ജസ്റ്റ് എന്തൊക്കെയുണ്ട്, വാട്ടർ ബോട്ടിലാണെങ്കിലും പലതരത്തിലുള്ള ടിഫിൻ ബോക്സ് ആണെങ്കിലും, അതുപോലെ ഷൂ, മഴക്കാലത്തൊക്കെ ഇടാവുന്ന നല്ല ക്വാളിറ്റിയുടെ ഷൂ, സ്ത്രീകൾ പെൺകുട്ടികൾക്കുള്ളതും അതുപോലെ ആൺകുട്ടികൾക്കുള്ളതും ഒക്കെ, അതുപോലെ മഴക്കോട്ട് കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ സ്കൂളിൽ പോകുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യമാണ് നോട്ട് ബുക്ക്, അതുപോലെ തന്നെ പെന്ന്, ഇങ്ങനെയുള്ള സാധനങ്ങൾ. നിർബന്ധമായിട്ടും നമ്മുടെ മക്കൾക്ക് പനി വരാൻ കാത്തിരിക്കേണ്ട, അസുഖം വരാൻ കാത്തിരിക്കേണ്ട ന്യൂട്രിചാർജ് കിറ്റ്സ് നിർബന്ധമായിട്ടും കൊടുത്തിരിക്കുക. 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഒരു നേരവും 6 വയസ്സിൽ മേൽപോട്ടുള്ള കുട്ടികൾക്ക് 2 നേരമായിട്ടും കൊടുക്കുക. ഒരു സ്കൂപ്പ്, മറ്റുള്ള രീതിയിൽ നമ്മൾ അറിയാം, ഒരു സ്കൂപ്പ് നമ്മൾ സാധനം കൊടുക്കുക. പക്ഷെ 2 സ്കൂപ്പ് 6 വയസ്സിൽ മേൽപോട്ട് പ്രായമുള്ളവർക്ക് 2 സ്കൂപ്പെങ്കിലും കൊടുക്കുക. ഇമ്മ്യൂണിറ്റി നിലനിർത്താനും കുട്ടികളുടെ ബുദ്ധിശക്തി, അതുപോലെ തന്നെ വളർച്ചയുടെ ഘട്ടത്തിൽ അത്യാവശ്യമായിട്ട് എല്ലാ പോഷകങ്ങളും അടങ്ങിയ ന്യൂട്രിചാർജ് കിറ്റ്സ് രോഗപ്രതിരോധ ശക്തിക്ക് വേണ്ടിയിട്ട് ഈ ഒരു മഴക്കാലത്ത് നിർബന്ധമായിട്ട് ഉപയോഗിക്കുക. അതുപോലെ കുട്ടികൾക്ക് നൂഡിൽസ് നിർബന്ധമായിട്ട്, മറ്റു പലഹാരങ്ങളൊക്കെ മറ്റെന്തെങ്കിലും ഫുഡൊക്കെ കൊടുക്കുന്നതിന് പകരമായിട്ട് നിർബന്ധമായിട്ട് നമുക്ക് ഇത് കൊടുക്കാവുന്നതാണ്. ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ, ഫൈബർ ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് നൂഡിൽസ് കുട്ടികളുടെ ഒരു ഭക്ഷണത്തിന്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റണം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നോക്കിക്കേ, ഒരു സ്കൂൾ സീസണിൽ നമുക്ക് അവർക്ക് വേണ്ട ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ എത്ര PV ഉണ്ടാവുന്നു, അവർക്കൊരു ജോയിനിങ് അതിലൂടെ എടുക്കാൻ വേണ്ടി പറ്റും, അല്ലെ? നമുക്ക് 2000 രൂപയുടെ സാധനം എടുക്കുമ്പോൾ നമുക്ക് അതിൽ അസോസിയേറ്റ് ചെയ്യാലോ. 2234 രൂപ, ഞാനൊരു ആവറേജ് വരെ ഇട്ടതാണ്. ഇതല്ല, സ്കൂൾ ബാഗ് ഒരെണ്ണം വേണം, ടിഫിൻ ബോക്സ് വേണം, വാട്ടർ ബോട്ടിൽ വേണം, നോട്ട് ബുക്ക് വേണം, ന്യൂട്രിചാർജ് കിറ്റ്സ്, ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടി കിറ്റ്സ് വേണം. ഇത്രയും ഉൽപ്പന്നം എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് 2234 രൂപ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഒരു ജോയിനിങ്ങിലേക്ക് വരികയാണ്. പുറത്തു പോയി ഒരു വലിയ കടയിൽ പോയിട്ട് ഈ ബാഗും ഇത്തരം ഉൽപ്പന്നങ്ങൾ വാങ്ങിയാൽ കുറച്ച് ഉൽപ്പന്നങ്ങൾ കിട്ടുമെന്നല്ലാണ്ട് വേറെ ഒന്നും കിട്ടില്ല. പക്ഷെ ഇവിടെ നോക്കിക്കേ, പ്രൊഡക്റ്റ് പ്ലസ് ഓപ്പർച്യൂണിറ്റി ഫോർ ബിക്കമിങ് ആൻ അസോസിയേറ്റ് ബയർ. കമ്പനിയുടെ ഒരു അസോസിയേറ്റ് ബയർ ആയിട്ട് മാറാനായിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി കൂടെ ഈ സ്കൂൾ സീസണിലുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന ഒരാൾക്ക് കിട്ടുന്നു എന്നുള്ളത് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. അപ്പോ ഇതൊക്കെയാണ് ഞാൻ ജസ്റ്റ് ഇന്നത്തെ ഇതിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ള കുറച്ച് ഉൽപ്പന്നങ്ങൾ. ഇപ്പോ ഇത് കൂടാതെ ധാരാളം ഉൽപ്പന്നങ്ങളുണ്ട് നമുക്കറിയാം. അതുപോലെ എന്താണ് പറയുന്നത്, രാവിലെ എഴുന്നേറ്റാൽ പല്ല് തേക്കാനുള്ള പേസ്റ്റ്, അതിന് വേണ്ട ബ്രഷ്, അതുപോലെ പിന്നെ കുടിക്കുന്ന ചായ അല്ലെങ്കിൽ കാപ്പി, ഇല്ലേ? പിന്നെ അങ്ങോട്ടേക്ക് അതിന് പലഹാരമായിട്ട് ഉപയോഗിക്കുന്ന ചപ്പാത്തി ആണെങ്കിലും പൂരി ആണെങ്കിലും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഗോതമ്പ് മാവ് മുതൽ ഉപ്പ്, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ, നേരത്തെ പറഞ്ഞ പോലെ ഗരം മസാല, ഇതൊക്കെ നമുക്ക് ഡെയിലി യൂസ്ഫുൾ ആയിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത്തരം ഉൽപ്പന്നങ്ങളിലേക്കൊക്കെ നമ്മൾ മാറേണ്ട ഒരു ആവശ്യകത വളരെ വലുതാണ്. കാരണം മാർക്കറ്റിൽ നിന്ന് ലഭിക്കുന്ന മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതിലെ മായങ്ങൾ, അതേപോലെ തന്നെ ഏത് ഉൽപ്പന്നം എടുത്തു കഴിഞ്ഞാലും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇത്രയും നല്ല ഒരു പ്യൂരിറ്റിയോട് കൂടി, ഗുണമേന്മയുടെ എല്ലാ അംഗീകാരങ്ങളോടും കൂടി ഈ ഉൽപ്പന്നം നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടത് വേറെ ഒന്നുമല്ല, ആർസിഎമ്മിന്റെ ഉൽപ്പന്നങ്ങൾ തന്നെയാണ്. അതാണ് പറഞ്ഞത്, ആർസിഎമ്മിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ ഒരു ദൈവാധീനമൊക്കെ വേണം. ദൈവത്തിന്റെ കയ്യൊപ്പുള്ള ബിസിനസ് ആയതുകൊണ്ട് തന്നെ അത് ഉപയോഗിക്കണമെങ്കിൽ ഒരു യോഗമൊക്കെ വേണമെന്ന് പറയാം. അപ്പോൾ പല ആൾക്കാരും ഇത് എത്ര നല്ലതാണെന്ന് പറയുമ്പോൾ ഒരു പക്ഷേ അതിനെ കളിയാക്കുകയും അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവാം. പക്ഷെ അത് അവരുടെ അറിവ് കുറവുകൊണ്ടാണ്, അല്ലെങ്കിൽ നമുക്കതിന് വേണ്ട രീതിയിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണെന്നൊക്കെ ഒന്ന് വിചാരിച്ചാൽ മതി. എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ ആളുകളൊക്കെ ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കേണ്ടവരാണ്, അതിൽ യാതൊരു സംശയമില്ല. തുടക്കകാലത്ത് ഞാനും ഈ ഉൽപ്പന്നങ്ങളെ പറ്റിയൊക്കെ തവിടനെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് ആളുകൾ ധാരാളം കളിയാക്കിയിട്ടുണ്ട്. ഡോക്ടേഴ്സ് വരെ എന്റെ കുടുംബത്തിൽപ്പെട്ട നമുക്കൊരു ഡോക്ടർ ഉണ്ട്, ആ ഡോക്ടർ വരെ നമ്മളെ കളിയാക്കി പറഞ്ഞു, തവിടുന്ന് ഇങ്ങനെ എണ്ണ കിട്ടുക സുഭാഷ, നീ ഇങ്ങനെ പൊട്ടനായി പോയല്ലോ, ഒരു ചിരട്ട കത്തിച്ചാൽ അതിൽ വരുന്ന എണ്ണ എത്രമാത്രമാണെന്ന് നമുക്കറിയാം, അത്രയല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു തവിടുന്ന് ഇത്രമാത്രം എണ്ണ കിട്ടുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ഒരുപാട് പിന്തിരിപ്പിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയ ആർസിഎം, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയ ആർസിഎമ്മിന്റെ ഉൽപ്പന്നങ്ങൾ അങ്ങനെയായിരുന്നില്ല. അതിന്റെ ഒരു ജെന്യൂൻറ്റി എനിക്ക് ബോധ്യമുള്ളത് കൊണ്ട് ഞാൻ അതിൽ നിന്നൊന്നും പിന്മാറാൻ വേണ്ടി പോയില്ല. പല ആളുകളും പലതും പറഞ്ഞെങ്കിലും അതിനെയൊക്കെ അങ്ങോട്ട് നിരസിച്ചിട്ട് ഞാൻ എന്റെ വഴിയിലൂടെ മുമ്പോട്ട് പോയി. അങ്ങനെ എന്താ പറയേണ്ടത്, തവിടെണ്ണ കുടിച്ചുകൊണ്ട് സ്റ്റാറായി, തവിടെണ്ണ കുടിച്ചുകൊണ്ട് അങ്ങനെ എമറാൾഡായി, ഇന്നിപ്പോ എമറാൾഡ് ലെവലിൽ നിൽക്കുന്നു. വളരെയധികം സന്തോഷം. ഈ ഒരു 1-ാം തീയതി തന്നെ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകളെ കുറിച്ച് സംസാരിക്കാനുള്ള ഒരു അവസരം സുധിസാർ രാവിലെ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാനത് അങ്ങോട്ട് സമ്മതിക്കുകയായിരുന്നു. എന്തായാലും അതിൽ വളരെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. ഒപ്പം നമ്മൾക്ക് ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുകയും 100% ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് കേട്ടോ ഇതിന്റെ കാര്യം, വേറെ ഒന്നുമല്ല. എത്ര നല്ല ഉൽപ്പന്നങ്ങൾ കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഉപയോഗിക്കണം. പല ആളുകളും പറയും ഞാനത് മേടിച്ചു വെച്ചിട്ടുണ്ട്, കഴിക്കാൻ തുടങ്ങിയിട്ടില്ല, പിന്നെന്താ കാര്യം? അതുകൊണ്ട് കാര്യമില്ല.
വാങ്ങുന്നത് കഴിക്കാൻ വേണ്ടി ആയിരിക്കണം, കഴിക്കുന്നത് കൃത്യമായിട്ട് തന്നെ കഴിക്കണം. ആ രീതിയിലേക്ക് ഉപയോഗിക്കുക. 100% ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക. ആത്മാർത്ഥമായിട്ട് തന്നെ അതിനെ പ്രൊമോട്ട് ചെയ്യുക. നമ്മളൊരു ഉൽപ്പന്നം ഒരാൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകളായിരിക്കണം. ഈ രീതിയിൽ നമുക്ക് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചാൽ ഒരു സംശയം വേണ്ട, ഈ പറയുന്ന ഇന്ന് തള്ളി പറയുന്ന ആളുകളൊക്കെ നാളെ തള്ളി കയറി ഇങ്ങോട്ട് വരും. ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട. ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട്, RCMല് ലീഡേഴ്സിനെ അന്വേഷിച്ച് വന്ന് ജോയിൻ ചെയ്യുന്ന ഒരു കാലഘട്ടം വരും എന്ന് പറഞ്ഞത് വെറുതെ പറഞ്ഞതല്ല. അന്ന് 2012 ഞാനൊരു പ്രോഗ്രാമിൽ പറഞ്ഞതാണ്. അത് സംഭവിച്ചുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇന്ന് തള്ളുന്നവരൊക്കെ നാളെ തള്ളിക്കേറി വരുന്ന ഒരു അവസ്ഥയിലേക്ക് വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് 100% RCMന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക, ആത്മാർത്ഥമായിട്ട് അതിനെ പ്രൊമോട്ട് ചെയ്യുക. ആരോഗ്യം കിട്ടും, അതുപോലെ തന്നെ വരുമാനം കിട്ടും, അംഗീകാരങ്ങൾ കിട്ടും, അതിലുപരി സന്തോഷത്തോടു കൂടി നമുക്ക് ജീവിക്കാനായിട്ട് പറ്റും. നമുക്കൊക്കെ വേണ്ടത് അതാണ് അല്ലെ, എല്ലാവരും ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം എല്ലാവർക്കും കിട്ടുമാറാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം ഈ ഒരു മാസത്തിന്റെ തുടക്കത്തിൽ എന്നെ ശ്രമിച്ച എല്ലാവർക്കും ഈ ഒരു മാസത്തെ ബിസിനസ്സിൽ അതനുസരിച്ചുള്ള ഒരു മാറ്റങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു. GRCM, ഓവർ ടു സിസർ.